കേറി വെട്ടണ്ടേ? നമുക്ക് എന്തായാലും ഈ മരത്തിന്റെ മുകളിൽ കയറി വല്ലതും കാണാൻ പറ്റൂ? എന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മൊത്തം ഇരുട്ടാന്ന്. ഓ അടിപൊളി. പോയി. ഇപ്പൊ പോയ കിട്ടിയ ഹെൽത്ത് ജീവി പുറത്തെന്താണ് ഒരു സാധനം കുത്തിയിരിക്കണേ? അത് ഒരു അമ്പത്. അയ്യോ അടുത്ത ജീവിനാലും എല്ലാരും സ്കെച്ച് ഇട്ടേക്കണേ. ഞാൻ ഓട്ടിക്കാം. എന്റെ അമ്മ, എന്റെ ഗെയിം ഇത് എന്ത് തേങ്ങയാണിത്? എന്താ പ്രശ്നം? നൂബിനെ പോലും ആ രക്ഷിക്ക്, നൂബി ചത്ത്. എന്നെ രക്ഷിക്ക്, എന്റെ ഗെയിം ക്ലോസ് ആയി പോയി. ആരടാ നൂബിനെ കൊല്ലാൻ നൂബി നീ പേടിക്കുന്ന എന്തിനാ? അത്രേ ഉള്ളൂ അതാണ്. വന്നത്? അയ്യോ എന്റെ അടുത്ത് ഈസി അല്ലേ? മറ്റേവരെ കിട്ടി. ഇടുവാ ഇഷ്ടം പോലെ ആട്. നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ളത്. അയ്യോ എന്റെ ലൈഫ് തീർന്ന്. എന്റെ അമ്മോ, അയ്യോ ഞാൻ ചത്ത്. അയ്യോ ഒരു ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ. ഞാൻ ചത്ത്. ചത്താ? എനിക്ക് ചിരിക്കാൻ പോകുന്നു. എന്റെ അമ്മ, അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ജീവി ഓ ഞാൻ കൊന്ന്. ആരെ? പേടിക്കണ്ട. ഇതെന്നാ പുറത്ത് മൊത്തം കുത്തിയിരിക്കണേ? അതൊന്നും ചോദിക്കരുത്. ഞാനൊരു ആടിനെ കൊന്നിട്ടുണ്ട്. മൂന്ന് പൂള് നമ്മളെ ഷെയർ ഇല്ലാത്തോണ്ട് പിന്നെ പ്രശ്നമില്ല. ജിടിയുടെ സാധനങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട്. ഫുഡ് തീർന്നു. എടുക്കല്ലേ. ഞാനിപ്പോ എവിടെയാന്നറിയോ? ഓണായതിക്കില്. ഇനി ഞങ്ങളുടെ വരണ്ടേന്ന് പോലും എനിക്കറിയില്ല. ജീവി ഒരു കട്ടിലുണ്ടാക്കിയാ മതിയോ? രണ്ടുപേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റില്ലേ? ഇല്ലേ? ഞാൻ എന്താ ചെയ്യാ? ഞാൻ ഈ ആട്ടുമേനെ കൊന്നു. 3 ആട്ടുമേനെ ഞാൻ കൊന്നു. എല്ലാരും കൊല്ല. ഞാൻ എനിക്കോട് നിങ്ങളുടെ സ്ഥലത്ത് എത്തിയെന്ന് ഞാൻ. നിങ്ങളുടെ അടുത്ത് എത്താറേ. ജീവി ഞാൻ ഉണ്ടാക്കി വെപ്പണൊക്കെ അവിടെ ഉണ്ടായാൽ മതി. എനിക്ക് എന്തെങ്കിലും അടിച്ചു കൊല്ലാൻ അറിയില്ല. അയ്യോ ഞാൻ കൊന്നു. അയ്യോ എന്നെ ഒറ്റയ്ക്ക് ഓടിക്കണം ദുഷ്ട. നിങ്ങളൊക്കെ ചത്ത. ഞാൻ ആ സ്ഥലത്തേക്ക് തിരിച്ചു പോയോണ്ടിരിക്കുക. റീസ്പോണാകുമ്പോ അയ്യോ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം ഉള്ളൂ അല്ലെ? രാവിലെ ആയാ എവിടെയാന്നറിയോടെ? എങ്ങനെ ഞാൻ തന്റെ അടുത്തേക്ക് വരിക? താനെ എവിടെയാന്ന് വെച്ചിട്ടാ? ആ മാപ്പില് നോക്ക്, റെഡ് ഡോട്ട് ബ്ലൂ ഡോട്ട് എന്തോ കാണിക്കണല്ലേ? ബ്ലൂ ഡോട്ട് കാണിക്കണ്ട്. അതാരുടെയാ? തന്റെ ബ്ലൂ ഡോട്ട് GB. ബ്ലൂ ഡോട്ട് GB തന്നെയാണോ? തെറാപ്പി അങ്ങോട്ടാ പോണേ? GB എവിടെയാ? വാ ഈ വഴി. എന്റെ അമ്മ നൂബി മറ്റേ പൊട്ടണവനെയും കൊണ്ടാവുന്ന. വാ ഒന്നും നിക്കണ്ട, വിട്ടോ, ഒന്നും നോക്കണ്ട. ഈ വഴി തന്നെ. ഓർമ്മ വന്ന്. അതിങ്ങനെ ഇത്ര പെടുന്ന സ്ഥലത്ത് പോയാലേ രാത്രി സർവൈവ് ചെയ്യാനേ പറ്റില്ല കേട്ടോ. ജീവിനെ കാണോ? ബെഡ് വേണം. എന്റെ ബേക്കിൽ നിന്ന് ഒരു കൂട്ടുകാരനും കൂടെ വരുന്നുണ്ടായിരുന്നു. അതാരെ കൂട്ടുകാരൻ? എന്തെങ്കിലും വെപ്പണും കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്യൂ. ഞാൻ ചത്തതിന്റെ ഇവിടെ എന്തൊക്കെയോ കിടക്കുന്നു. ഞാൻ ചത്തതിന്റെ എവിടെയാണോ എന്തോ. സാധനങ്ങളും കൂടി തരുവോടെ? മരങ്ങളും ഞാൻ ചത്ത. ഓക്കെ ഞാൻ ചത്ത ഉണ്ടാക്കാലോ. ഒരു ബെഡ് ഞാൻ ഉണ്ടാക്കി. ഇനി ഒരു ഊളും കൂടെ വേണം. 2 ഊള എന്റെ ബെഡ് ഉണ്ടാക്കട്ടെ. ബെഡ് ഉണ്ടാക്കി. ഞാൻ ഈ ഫുഡുകളൊന്ന് കുക്ക് ചെയ്യട്ടെ. അയ്യോ അല്ലേ ചത്തു. ലൈറ്റ് ഗ്രേ വൂള് 2 എണ്ണേ ഉള്ളൂ എന്റെ കയ്യിലല്ലേ? ഒരു വൂളും കൂടി ഉണ്ടോ വല്ലവരും കയ്യില് ലൈറ്റ് ഗ്രേ? ഇല്ല ഇവിടെ ആടുണ്ടല്ലോ. താണ്ട് ഇവനെ കൊന്നാതി. ഇത് ലൈറ്റ് ഗ്രേ അല്ലല്ലോ. അല്ല നീ അതിനെ റെഡ് ആക്കിയാ പോരെ? എന്റെ വൈറ്റ് എനിക്ക് വേണ്ടേ? പെയിന്റ് അടിക്ക്. പെയിന്റ് അടിച്ചാ മതി. ഈ താഴെ കിടക്കുന്ന പെയിന്റ് എടുക്ക്. അതെ ഇതാണോ പെയിന്റ്? അതിനെ ഡൈ ആക്ക്. എന്നിട്ട് യെല്ലോ വൂളാക്കല്ലേ? എല്ലാത്തിനെയും വൂളാക്കാൻ പറ്റൂടെ? എല്ലാത്തിനും ആക്കാൻ പറ്റും അതേ കളർ. ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലോ ചെയ്യണേ ഈ ഗെയിമില്. നീ എന്തെല്ലാം കിടക്കുന്ന അതെങ്ങനെയാന്നൊന്നോടെ പറഞ്ഞ് കിട്ടി. എനിക്ക് മഞ്ഞ ബെഡ് കിട്ടിയത്. എല്ലാവരും കിടന്നു കഴിഞ്ഞാൽ രാവിലെ ആവില്ലേ? പെട്ടെന്ന് തന്നെ. ഇനി എല്ലാരേലും ബെഡ് ഉണ്ടെങ്കിൽ ബെഡ് ഉണ്ട്. ഇനിയാണ് കളി തുടങ്ങാൻ പോണ. ഈ ബെഡില്ലാത്തതിന്റെ പ്രശ്നമാണ്. അത് തന്നെ. നിങ്ങൾക്ക് പന്നിയിറച്ചി നിങ്ങൾ കഴിക്കൂലല്ലോ അല്ലേ? ഞാൻ കഴിച്ചോട്ടെ. പന്നിയിറച്ചി ഞാൻ കഴിക്കും. എനിക്ക് വേണം. ഒറ്റയ്ക്ക് കഴിക്കണം. ഇവിടെ എല്ലാരും കഴിക്കും. എല്ലാവർക്കും അത് തന്നെ. ഒറ്റയ്ക്ക് കഴിക്കാൻ പോണ. നമുക്ക് വില്ലേജ് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അതെ ജനവാസ കേന്ദ്രം കണ്ടുപിടിക്കണം. ഇന്ന് അതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഇന്ന് അതാണ് ജനവാസ കേന്ദ്രം കണ്ടുപിടിക്കുക. അതെ ജനവാസ കേന്ദ്രം വേണം. ഓക്കെ പോവാം. വിട്ടോ. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവിടെ ഇത് കാണാൻ ചാൻസ് ഉണ്ട്. എവിടെ? അങ്ങോട്ട് എവിടെയെങ്കിലൊക്കെ പോകുമ്പോ കിട്ടും. നിങ്ങള് മറ്റേ സൂര്യനെ ഉദിക്കണം നോക്കി, എന്നിട്ട് അവിടുന്ന് വടക്കോട്ട് പോവോ? അവിടെയാണ് സാധാരണ ഇത് കന്നിമൂലയിലൊന്നും വീടുകളൊന്നും വരാറില്ല അല്ലേ? നിങ്ങൾ ആ സൂര്യനെ ദിക്ക് നോക്കിയിട്ട് വടക്കോട്ട് പോവും. തെറാപ്പിയുടെ പുറകെ വടക്ക് നോക്കി പോകണ്ട. തെറാപ്പി വെറും ബെടക്ക. വേറെ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കും. തെറാപ്പിയുടെ പുറകെ പോയി കഴിഞ്ഞാ എനിക്കതറിയില്ല. ഞാൻ
തെറാപ്പി ചെയ്യുമ്പോ ഒരു ദിക്കും ഇല്ലാണ്ട് പോണയാ. ഓ ഇത് അടിപൊളി സ്ഥലമാലോ അല്ലേ വന്നേക്കണേ. രസമുണ്ട് കേട്ടാ. സ്പ്രൂസ് ആ ബ്രൂസ് നമുക്കിന്നെ മോളിൽ കയറാം. ടൈഗ ഫോറസ്റ്റ്. അതാണ് അതിന്റെ പേര്. അതെ. അങ്ങനെയാണ് ഇതിനെ പറയാ. ജീവി ഓരോന്ന് പേരിട്ട് വിളിച്ചോളും. ടൈഗർന്നൊക്കെ ഞാൻ ഇവിടെ താഴെ ഉണ്ട് വന്നോ. ഓ സ്ഥലം കൊള്ളാം. ദേ ഇതെന്താ ഈ ചുവന്ന സാധനം എന്താ? ഈ വലിയത് ഇത്രയും വലിയ മഷ്റൂമാ? ആ എന്ത് മഷ്റൂമാ അത്? റെഡ് മഷ്റൂം. ഇത് ജൈവവളം വെച്ച് ഉണ്ടായ മഷ്റൂം തന്നെയായിരിക്കും ഇത്. ഇത് കാട്ടിലെ വളം കൊണ്ട് ഹരിതഭൂഷണമായി. ജീവി ചത്താ? ഇല്ല ഇപ്പൊ ചത്തില്ലേ? അല്ല ചത്തോന്ന് ഞാൻ ചോദിച്ചതാ, ഞാൻ പേടിക്കൊണ്ട് ചോദിച്ചതാ. ഇനി നമുക്ക് ഈ മരത്തിന് മേളിൽ കൂടെ എനിക്ക് തോന്നണേ ഇത്രയും വലിയ മഷ്റൂം ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഏതെങ്കിലും ഒക്കെ ആൾക്കാർ ഇവിടെ കൃഷി ചെയ്യണായിരിക്കും ഇത്. മനസ്സിലായാ? അത് ശരിയായി. അപ്പൊ എവിടെ ഏതെങ്കിലും ഒരു കൃഷി ചെയ്യണ ഒരു കൃഷിക്കാരനുണ്ടാവും ഇത് കൃഷി ചെയ്യണേ. നമ്മൾ ഈ വഴി പോയി കഴിഞ്ഞാൽ വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അതെ ഇപ്പൊ ഒരു വൈബ് ഒരു മൂഡ് തന്നെയല്ലേ ഇപ്പൊ? അതാണ്. രാത്രി ആകുമ്പോഴും നല്ലോണം കിട്ടായിരുന്ന ജീവിക്കെല്ലാം അറിയാം. നമുക്കൊരു ബോട്ട് ഉണ്ടാക്കണം എനിക്ക് തോന്നട്ടാ. ശരി അതാകുമ്പോ ഈ കായലിക്കൊക്കെ സ്പീഡിൽ പോവാ അല്ലേ? ആ ബോട്ടാണെങ്കിൽ നമുക്ക് കായൽ വഴി നേരെ പടച്ചു വിടാം. ജീവിയൊക്കെ അടുത്ത ജില്ലയിലെത്തി. ഇവിടെ നിന്ന് ഒരു ബോട്ട് ഉണ്ടായിക്കൊണ്ട് പോകുന്നല്ലേ നല്ലത്. അതെ അത് തന്നെയാ നല്ലതെന്നാണ് എനിക്കും തോന്നണേ. ഞാനൊരു ബോട്ടങ്ങ് ഉണ്ടാക്കാൻ പോവുക. ഒരു ബോട്ടിൽ എല്ലാവർക്കും കേറാൻ പറ്റുമോ? രണ്ടുപേർക്ക് കേറാൻ പറ്റും. ഒരാൾക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ജീവി ജിമ്മിലൊക്കെ പോണില്ല. ജീവിയുടെ തൈസ് ചവിട്ടി ഞാൻ കേറാം. എന്റെ തൈസ് ചവിട്ടി തെറാപ്പി കയറേ. എങ്ങനെ ഇരിക്കണേ? ആ ഇന്നിരുന്ന് പോട്ടെ. അതെ ബോട്ടെല്ലാം ഉണ്ടാക്കിയ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വെച്ചേട്ടാ മറന്നുപോയി എടുക്കാൻ. ഈ ജീവിക്ക് എന്നതല്ല കളി അറിയില്ല. ജീവിക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ മറന്നു വെക്കാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. ഫീൽഡ് ഔട്ടായി. അല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം അവിടെ മറന്നു വെക്കാതെ ആ ശ്രദ്ധ ആലോചിച്ച് നോക്കണം. അതായത് ബോട്ട് ഉണ്ടാക്കി ബോട്ടിന്റെ ടൂൾസും ഇതൊക്കെ അവിടെ വെച്ചു. ബോട്ടിന്റെ മെഷീൻ അല്ല നമ്മളിപ്പോ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ ഇവിടെ കിട്ടും. ഇവിടെ എന്തായാലും വില്ലേജ് ഉണ്ട്. കുതിര കൃഷി ഉണ്ടോ? കുതിരയുള്ള സ്ഥിതിക്ക് മുതിര ഉണ്ടാവൂലേ? ബോട്ട് എനിക്ക് മനസ്സിലായി ബോട്ടിന്റെ തന്നെ വെട്ടിയതാന്ന്. ഇതൊക്കെ എന്റെ മനസ്സിലുണ്ടട്ടാ. കുതിരപ്പുറത്ത് കയറി പോണ്ട്. കുതിരയുടെ കൂടെ നിന്ന് പറ്റിക്കല്ലേ ഞങ്ങളെ ബീഫേ. കുതിരയുടെ കൂടെ നിന്നിട്ടേ താഴെ വലിയ കുതിര പോലെ നിക്കുക. താഴെ ഗുഹയുണ്ടട്ടാ. ഓ ഇവിടെ പല സംഗതികളുണ്ട്. ജീവി സീനായി ജീവി എവിടെയാണോ നിങ്ങൾ? എവിടെയാണോ ഞങ്ങളിവിടെ? ഇവിടെ പ്രശ്നമായി. ഇവിടെ വീണ് കഴിഞ്ഞാ കളി കഴിഞ്ഞു. എന്റെ അമ്മ എന്ത് ഭംഗിയാ കാണാൻ. അയ്യോ അടിയിൽ സെറ്റാട്ടാ. അതെ നൂബി ഇറങ്ങുന്നതിന് മുമ്പ് വേണമെങ്കിൽ ബെഡിലൊന്ന് റീസ്പോൺ ചെയ്തിട്ട് പോയിക്കോ. അതെ ബെഡ് ഉള്ളിൽ വെച്ചിട്ട് പോയാ മതി. വില്ലേജ് കണ്ടുപിടിക്കാം നമുക്ക്. എന്താ ചെയ്യണ്ടേ? വില്ലേജ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണ്ടേ? താഴോട്ട് ഇറങ്ങി നോക്കണോ? താഴത്തോട്ട് പോകണോ? വില്ലേജ് ഒന്നും ഇല്ല നമ്മുടെ കയ്യിൽ ഇപ്പൊ ആർമറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇറങ്ങാൻ ഡേഞ്ചർ അല്ലേ? നമ്മള് ചത്ത് എന്ത് വന്നേന്ന് ഞാൻ വന്ന് അയാളെ ചതിയൽ ചന്തു ഡൂമഡല്ല എന്നെ കൊന്നു. അതെ അടുത്ത രാത്രി. അയ്യോ എന്റെ സാധനം താഴെ പോയി മരിയക്ക് എന്റെ സാധനം എടുത്തോണ്ടേ തന്നോ? മരിയക്ക് എന്റെ സാധനം എടുത്തോണ്ടേ തന്നോ? എന്റെ സാധനം കൊന്നു. പോയി ഗെയിമർ ബോയ് വാസ് ഡൂംഡ്. ഇത് തെറാപ്പി ഞാനില്ല. രാത്രി വിഷയാണ്. ബെഡ് വെക്കാം. ഞാൻ ബെഡ് വെച്ചിട്ട് കിടന്നുറക്കാൻ പോവാ. ഞാൻ കിടന്നു സ്വീറ്റ് ഡ്രീംസ്. ആ ബെഡ് പൊട്ടിച്ചിങ്ങ് താഴെട്ട് കഴിഞ്ഞാ ഒരാള് കിടന്നാ മതി. അല്ലല്ല എല്ലാരും കിടക്കണം. ഇല്ല എനിക്ക് രാവിലെയായി. ഞാൻ കിടന്നു. സ്കിപ്ഡ് ബൈ റിയൽ. ഞാൻ ഒരാള് കിടന്നാ മതി. സെറ്റ് അപ്പൊ സെറ്റ്. വില്ലേജ് കണ്ടുപിടിക്കാം. വാ വില്ലേജ് കണ്ടുപിടിക്കാം. ഞാനിനി ഇവിടുന്ന് കേറണ്ടേ? ഇതാ വരുന്നു. വരുമ്പോ എന്തായാലും എന്റെ ടൂൾസ് എടുത്തോണ്ട് പോരെ. നിന്റെ കൊറേ ഇതൊക്കെ ഇരിപ്പോണ്ട് എന്റെ അതാ വരുന്നത്. അയ്യോ എന്റെ ഫുഡ് എനിക്കൊന്നും ഇല്ലാട്ട കയ്യില്. എന്റെ കുറെ ഫുഡ് ഉണ്ട്. കത്തിക്കണം എന്തെങ്കിലും ഉണ്ടാക്കി അറിയില്ല. എന്റെ കത്തിക്കണമൊന്നുമില്ല. ഞാൻ പറയട്ടെ അവിടത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെട്ടി പൊളിച്ചിട്ട് കേറി വാങ്ങോളിക്ക് ജീവി. ഞാൻ വരുവാ. ഞാൻ കുറച്ച് നമുക്ക് കത്തിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാക്കാം. ഇതെന്താ കുന്തോ? കുന്തം സ്പിയർ ഒരു ഗുണമില്ലാലോ. കോഴിച്ചപ്പോ കൂളായിട്ട് നടന്നുവല്ലോ. ആ കുത്തി കോഴി എന്റെ അടുത്ത് മാറിക്ക്. ഇപ്പൊ ഞാൻ എങ്ങനെ കേറി വരുമെന്ന് നോക്കുന്നു. ഇതൊരു കൊല്ലം പിടിക്കൂല ഒരു കോഴീനെ കൊല്ലണമെങ്കിൽ.
എന്റെ അമ്മ കോഴിയുടെ കൊല്ല ഒരു കൊല്ലം അയ്യോ നമുക്ക് ജീവിനെ ഉപേക്ഷിച്ചിട്ട് പോയാലോ തെറാപ്പി? ഞാൻ ദേ വരുവാ, ഞാൻ വെള്ളത്തിൽ കൂടെ- ഇയാള് അതായിരുന്നു എടോ ഒരു കുഴിയില് തള്ളിയിട്ടത് പോരാഞ്ഞിട്ട് ഞാൻ ഇവിടെ എങ്ങനെ കയറി വരും? അല്ലല്ലല്ല താൻ രണ്ടാമത് കയറി വന്നത് അതല്ല. രണ്ടാമത് തന്നെ ചാടിയതാ. അതേ ഇരിക്കണ് കോള് ഇത് എടുത്താ പോരെ കത്തിക്കാൻ. മതി മതി. കിട്ടി സാധനം കിട്ടി നൂബി. നമുക്ക് കത്തിച്ചിട്ട് നമുക്ക് സാധനം ഉണ്ടാക്കാം. ഞാൻ സ്റ്റോണേജിൽ എത്തിന്ന്. അയ്യോ സ്റ്റോണേജ് എത്തി ഞാൻ. ഞാൻ ഒരു ചിക്കൻ കൊല്ലട്ടെ. ഒരു ചിക്കനായ എത്ര ചിക്കൻ വേണമെങ്കിൽ കൊന്നോ നൂബി, ഒരു പ്രശ്നമില്ല. ഒരു അൽഫാം അടിക്കാം. ഞാൻ കല്ല് പൊളിച്ച് സ്റ്റോണേജിന് കേറി വാ. എന്ത് ചതിയാടാ നിനക്ക് അത് എന്നോട് ചെയ്തത്? അയ്യോ ജീവി അവിടെ പെട്ട്. നീയൊക്കെയല്ല നൂബി. എന്റെ പേര് ഓർക്കരുത്, നൂബിയുടെ പേര് മാത്രം ഓർത്ത് വെച്ചാ മതി. ആക്ച്വലി ഉണ്ടല്ലോ ജീവി തെറാപ്പി എനിക്ക് സിഗ്നൽ വന്നായിരുന്നു. കോഡ് റെഡ് എന്ന് പറഞ്ഞ് ഞാൻ ജീവിയെ കില്ല് ചെയ്യണമെന്നായിരുന്നു. അതനുസരിച്ചാ ഞാൻ കില്ല് ചെയ്തേ. ഞാൻ കയറി എത്തി. അപ്പൊ മനസ്സിലായില്ലേ കൂട്ടത്തിലെ വില്ലനാരാത്? ഇവ ചതിയനാ, എനിക്കറിയാം ചതിയനാന്ന്. കത്തിക്കാൻ പറ്റാത്തരേ കോളന്റെ കയ്യിലുണ്ട് എന്നിട്ടും പറ്റണില്ല. ഫർണസ് ഉണ്ടാക്കാൻ പറ്റുള്ളന്ന്. ഫർണസ് ഉണ്ടാക്കി വന്നിട്ട് ഫർണസ് ഉണ്ടാക്കാൻ പറ്റണില്ലല്ലോ. അതുണ്ടാക്കാനായിട്ട് കോബിൾ സ്റ്റോൺ വേണം. ഓ കൊറേ കോബിൾ സ്റ്റോൺ വേണം. ശരി, ഇതുവരെ കോബിൾ സ്റ്റോൺ പറിച്ചിട്ടില്ലേ. ദേ വരുന്നേ, ഞാൻ ഇപ്പൊ എടുത്തോണ്ടതാ. കമോൺ കമോൺ ജീവി കമോൺ. കിട്ടി എന്റെ കയ്യിൽ കുറെ ഫുഡ് ഉണ്ടോ, ഇത് കഴിച്ചില്ല ഹെൽത്ത് ഇല്ല. നൂബി നിന്റെ സാധനങ്ങൾ വേണ്ടേ? കോബിൾ സ്റ്റോൺ എത്ര വേണ്ട ഇത് കത്തിക്കാൻ? കുറച്ച് ഇത് കത്തിക്കാൻ വേണ്ടി എത്ര വേണം? ഫുഡ് ഉണ്ടാവും. ജീവിയുടെ ഞാൻ ഉണ്ടാക്കാം, ഞാൻ ഉണ്ടാക്കാം. ജീവിയുടെ ഉണ്ടെന്ന് തോന്നുന്നു. ജീവി പണ്ടത്തെ കൽപ്പണിക്കാരനാ, പെട്ടെന്ന് എല്ലാം കൊത്തിയെടുക്കും. കണ്ട സാധനം കിട്ടി. കത്തിച്ച് എന്റെ കുറച്ചധികം വെച്ചിട്ടുണ്ട്. നോബി അവിടെ ഒരു മഞ്ഞ സാധനം കിടക്കുന്നുണ്ട്. എനിക്കറിയാതെ മറ്റേ സാധനല്ലേ പംകിൻ. അപ്പൊ അതിനർത്ഥം ഇവിടെ വില്ലേജ് വില്ലേജ് ഉണ്ട്. ശരിയാ നിക്ക് ഞാനും വരട്ടെ ഫുഡ് ഒന്ന് എടുത്തിട്ട് പോ. നിക്ക് ഞാനും എനിക്ക് ഫുഡ് വേണം. അയടൊക്കെ വെച്ച ജീവി ഇവിടെ കിട്ടി. ഇത് ഫർണസ്, മറ്റേ സ്മോക്കർ. ജീവി അവിടെ അയണൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ്. സെറ്റായി. ഇനി ജീവി നേരെ നമ്മളൊന്നും കാണണ്ടേ, നേരെ ഹെൽമെറ്റും അതന്നെ വരും ചുമ്മാ. ബാബാ വില്ലേജ് എവിടെ പംകിങ്? അടുത്തത് ഈ റൈറ്റില് ഇവിടെ അപ്പൊ അടുത്ത് വില്ലേജ് ഉണ്ടാവും. സെറ്റാ. ഈ മലയുടെ മേളിൽ കയറി നമ്മൾ കഴിയുമ്പോ നമുക്ക് വില്ലേജ് കാണാൻ പറ്റും അല്ലേ ജീവി? കുറച്ച് ഫുഡ് ഉണ്ട്, വല്ലവർക്കും വേണമെങ്കിൽ പറഞ്ഞു ആവശ്യം വന്നു. ഓക്കെ പംകിൻ നമുക്ക് തിന്നാൻ പറ്റില്ലേ? സാധാരണ അങ്ങനെയാണ്. സാധാരണ യെസ് ഇത് കയറി കഴിയുമ്പോ വില്ലേജ് കിട്ടും. തെറാപ്പി കൗണ്ട് ഡൗൺ കുഴിയാട്ടാ. ആണോ? ദൈവമേ, അപ്പൊ വില്ലേജ് ഇല്ല. വീണ്ടും ഇതിന്റെ അപ്പുറത്ത് പിന്നെയും കുഴിയാ. അയ്യോ ഇവിടെ അടുത്ത പംകിൻ ഉണ്ട്. വില്ലേജ് ഇവിടെ എവിടെയുണ്ട്? നമ്മൾ ഏകദേശം സൂക്ഷിച്ചു പോണട്ടോ. ഇവിടെ സൂക്ഷിച്ചു പോണം. ഇപ്പൊ താഴത്തെ തീർന്നേനെ അവിടെ ഇവിടെ മൊത്തം കുഴിയാ. കൊറേ ഫുൾ കുഴിയാ. നോക്കി തെറപ്പി വില്ലേജ് കണ്ടാ? വില്ലേജ് ഉണ്ടാ? കാണാനില്ലാട്ടാ. അപ്പുറം ഇപ്പുറം ഒരു വില്ലേജ് ഇല്ല. അയ്യോ പണി പാലും വെള്ളത്തെ കിട്ടിയില്ല. അങ്ങനെ കിടന്നിറങ്ങണ്ട, നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. ഓക്കെ ആ സൂര്യനെ നോക്കി നടന്നോ? സൂര്യനെ നോക്കി. അതാ ഞാൻ ആദ്യം പറഞ്ഞേ, സൂര്യനെ നോക്കി നടക്കണം. കുതിര അല്ലാണ്ട് ഒരു വില്ലേജും ഇല്ലല്ലോ. കുതിരയെ കണ്ടു കഴിഞ്ഞാൽ മുതിര കിട്ടൂലേ? നിങ്ങൾ അവിടെ കമോൺ തെറാപ്പി. ജീവി മടിയായി. ഒരാള് മതിയല്ലേ? ജീവി മടിയായി. എനിക്ക് മൽപ്പിടുത്തം പിടിക്കാൻ വയ്യ രാത്രി ആൾക്കാരോടെ കിടന്നിട്ടേ. ജീവിക്ക് നേരിടാൻ പേടി, ഭയാണ് തെറാപ്പി. എന്ത് ശരിയല്ലേ? ജീറ്റിനെ കാണുന്നില്ല. ജീറ്റി നീ എവിടെയാ? നൂബി ജീറ്റിനെ കാണുന്നില്ല കേട്ടോ. ആ മലയുടെ സൈഡിലേക്ക് നോക്ക്, റൈറ്റ് സൈഡില്. ഇതിന്റെ മേളിൽ കയറി നോക്കട്ടെ ഇവിടെ ഏതെങ്കിലും വില്ലേജ് സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന്. കണ്ടാ? വില്ലേജ് കണ്ടാ? അല്ല ജീറ്റിനെ കണ്ടെന്ന്. വേറെ ആ പംകിന്റെ വേറെ ഓപ്പോസിറ്റ് സൈഡിൽ കേട്ടാ പോണ്ടേന്ന് തോന്നുന്നു വില്ലേജ്. ഇല്ല ഇത് പ്ലെയിൻസ് അല്ലേ, നമുക്ക് എവിടെയെങ്കിലും ഒരെണ്ണം കിട്ടും. എവിടെ? അതാണ് കറക്റ്റ് ആണ്. നമ്മള് നേരെ അങ്ങ് നോക്കിയാ സൂര്യനെ നോക്കി അങ്ങ്. സൂര്യന്റെ റൈറ്റ് സൈഡിലെ. ഞാൻ പറഞ്ഞില്ല സൂര്യന് റൈറ്റ് സൈഡിലായിട്ട് ആദ്യം പോണാർന്നു. കറക്റ്റ് അല്ലേ ഇപ്പൊ? കുഴപ്പമില്ല. നമുക്ക് നേരെ ഓടാം. അതാണ് എടാ കുതിരയുണ്ട്. അടുത്ത വില്ലേജറിന്റെ ഏതൊരു കുതിരയാ അത്? കണ്ടാ? ജീവിന്റെ കൂടിയിട്ട് തന്നെ വെള്ളത്തിനകത്ത് ആളുണ്ട്, ട്രൈഡന്റ് എറിയുന്ന ആളുണ്ട്. ഇവരെ കൊല്ലാൻ പറ്റുമോ? അവനെ കൊല്ലാനൊക്കെ പറ്റും, പക്ഷെ ആ സാധനം ഡ്രോപ്പ് ആവുന്നത് ചാൻസ് കുറവായിരിക്കും. കൊല്ലണോ? വേണ്ട. ഇവനെ നോട്ടോട്ട് വെച്ചേക്ക്. നമുക്ക് ഒന്നുകൂടെ ഒരു വരൂടി വരേണ്ടി വരും. നമ്മള് സ്നോന്റെ അവിടെ. അയ്യോ ജാക്കറ്റ് ഉണ്ടാ? ഇല്ല ജാക്കറ്റ് എടുക്കാൻ. അയ്യോ
എന്നാ തണുത്ത് കുറച്ച് ഇതാവൂട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളൊരു സ്നോ വില്ലേജിലാണ് നമ്മൾ പോവാൻ പോണേ. ഓ ഇതിപ്പോ എവിടെയാ നടന്ന് നടന്ന് അന്റാർട്ടിക്ക എത്തി. ജീവി പറഞ്ഞ വഴിക്കേക്കിട്ട് നടന്നേ. ഞാനൊന്നും പിന്നെ പറഞ്ഞില്ല. അന്റാർട്ടിക്ക എത്തിച്ചു. ഇത് സ്ഥലം നിങ്ങളിപ്പോ എവിടെയാ? അതെ ഞാൻ നിങ്ങളുടെ കൈവിട്ട് പോയി കേട്ടോ. ഇതല്ലേ വില്ലേജ് ആണോ? ഏത് ഏത് ഈ സ്നോയില് കാണത്തില്ലേ വില്ലേജ് അന്റാർട്ടിക്കയില്? എവിടെയാ? അന്റാർട്ടിക്കയോ? എവിടെ? അറ്റം കാണാൻ പറ്റുള്ളല്ലോ. യുവമാര് എവിടെയാ? ഞങ്ങൾ അന്റാർട്ടിക്കയിലെത്തി. ഞങ്ങളുടെ പുറകെ പോര്. നിങ്ങളുടെ പിറകെ പോരാനായിട്ട് ഞാൻ നിങ്ങളെ കണ്ടില്ല മിസ്റ്റർ. ആ മാപ്പിൽ നോക്ക്. മറ്റേ ഫുഡിന്റെ അടിയിൽ മറ്റേ ഒരു വേറെ കളർ കാണിക്കല്ലോ, ചുമപ്പ് കളറ് ഡോട്ട്. ഓ ഓ അതിനെ ഫോളോ ചെയ്ത് വന്നാ മതി. അതിനെ follow ഒന്ന് തെറാപ്പിയുടെ അടുത്തിട്ട് വരും. പുതിയതാണല്ലോ. ഇവിടെ വീടൊന്നും ഇല്ല. ഇവിടെ വീടും കൂടിയൊന്നുമില്ലട്ടാ. നമ്മള് പെട്ട് പാളി. ഈ ഒരു വലിയ ഈ ഒരു വേൾഡിലെ ഭൂമിയിലെ നമ്മൾ ഒറ്റയ്ക്ക്, നമ്മള് 3 പേര് മാത്രമേ ഉള്ളൂ. ആ ഫ്രണ്ട് പോലെ തെറാപ്പി. സോംബി, 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 സോംബി. കണ്ട്. കൊല്ലു അടി 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 അടി. അയ്യേ ചത്താ. ദേ ഇവിടെ മറ്റേ സാധനം ഉണ്ട് തെറാപ്പി. കോള് എടുക്കുക. വില്ലേജ് ഇല്ലേ ഇപ്പൊ? ഈ ഗെയിമിൽ ഏറ്റവും കൂടുതൽ പാടുള്ള സാധനം വില്ലേജ് ആണ് കണ്ടുപിടിക്കാൻ. അന്റാർട്ടിക്ക ഒറ്റപ്പെട്ട സ്ഥലമല്ലേ, അതുകൊണ്ട് വില്ലേജ് ഒക്കെ കുറവായി. ആ വില്ലേജ് കിട്ടി. ഞാൻ പറഞ്ഞില്ല വില്ലേജ് ഇവിടെ പെട്ടെന്ന് കിട്ടുന്നത്. വില്ലേജ് കിട്ടി, അന്റാർട്ടിക്ക വില്ലേജ്. ഞാൻ പറഞ്ഞില്ല ഇവിടുന്ന് വില്ലേജ് പെട്ടെന്ന് കിട്ടുന്നത്. അതാണ് എന്റെ അമ്മ വലിയ വില്ലേജ് ആട്ടാ. വാ അത്രേ ഉള്ളൂ. ഇവിടെ വലിയ വീട് കിട്ടി വില്ലേജില്. കണ്ട ജീവി പറയാത്ത വഴി നമ്മൾ പോയപ്പോ കിട്ടിയത് കണ്ട. അതാണ് എത്തി. പിന്നെ അല്ല വില്ലേജ് എത്തി. ഞാൻ വിചാരിച്ചു GT ചുമ്മാ അല്ല, ഞാൻ ആദ്യം പറഞ്ഞ കറക്റ്റ് അല്ല. സൂര്യന് ഉദിക്കണതിന്റെ ദിക്കിന്ന് വടക്കോട്ട് പോവാ. നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഒരു സ്നോ വില്ലേജില് ആദ്യമായിട്ട് അയ്യോ ഇത് പമ്പ സെറ്റപ്പ് അല്ല. ഞാൻ ഈ ഫസ്റ്റ് വില്ലേജ് അല്ല, ഇവിടെ ബ്ലൂ ബെഡ് ഞാൻ റീസ്പോൺ അടിച്ചിട്ടുണ്ടായിരുന്നു. 2 നില വീട്. പൂച്ച ഇതില് പൊട്ടാറ്റോ സാധനങ്ങളൊക്കെ ഉണ്ട്. വേണ്ട എടുക്കാം. ഇവിടെ നമുക്ക് റീസ്പോൺ ഇത് സെറ്റ് ആക്കാല്ലേ. ആ ഒരു വീട് ഞാനങ്ങ് എടുക്കുക. ഇവിടെ ഞാൻ റീസ്പോൺ സെറ്റ് ആക്കി. ഈ വീട് എന്റെയാ. കേറിയപ്പോഴേ ബ്ലൂ ബെഡ് എന്റെതാ. എനിക്ക് ബ്ലൂ ബെഡ് കിട്ടി. ഞാനും ഇവിടുത്തെ വില്ലേജിലുണ്ടാ വേറെ ഇതാ സെറ്റപ്പാ. ഇവര് കണ്ട സ്നോന്റെ ഡ്രസ്സൊക്കെ ഇട്ടേക്കണേ. നൂബി ഇത് ഇങ്ങനെ അടിച്ചു നോക്കിയ നൂബി. വേണ്ട, സമ്മാനം തരുവാണ്. എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. കിട്ടിയാ? അതെന്ന് അതൊക്കെ സമ്മാനമൊക്കെ നമുക്ക് ഓൾറെഡി കൈപ്പറ്റിയതാ. ഇതെന്താ ജീവി? എന്ത് ജീവി കാണിക്കണേ? ജീവി എന്തോ ദുഷ്ടനാ നോക്കി. അവന്റെ വീട്ടിൽ കേറിട്ടേ അവരെ ജപ്തി ചെയ്തേക്കണു. അവരെ ജപ്തി ചെയ്ത് വിട്ടേക്കണ. ദുഷ്ടപ്രവർത്തിയാ. നമ്മൾ ഇവിടെ തമ്പടിക്കുമല്ലേ? നമ്മളിവിടെ തമ്പടിക്കാം. ഓ ഇനി തണുപ്പത്തേക്കടെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഐസും കട്ടയിൽ പോകും നമ്മള്. അതെ അതുകൊണ്ട് ഇത് മതി. ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ തമ്പടിച്ചിട്ടുണ്ടല്ലോ. അടുത്ത ദിവസം വേറെ എങ്ങോട്ടെങ്കിലും പോവാൻ നോക്കാം. അടുത്ത ദിവസം നമുക്ക് സ്വന്തമായിട്ട് വീട് പണിയാ. ഇവിടെ താമസിക്കാം. ശരിയാ. അതാ ഇത് തണുപ്പാ. ഇത് ഓവർകോട്ടും ജാക്കറ്റും ഒക്കെ വേണ്ടി വരും. അടുത്ത ദിവസം നമുക്ക് സ്വന്തമായിട്ട് വീട് പണിയാം. ഇല്ല അടി ജീവി അടി. അവസാനത്തെ അടി. ആഹാ ജീവിക്ക് ഇതേ തന്ത്രം അറിയാട്ടോ. തന്ത്രം ജീവിക്ക് തന്ത്രം അറിയാം. ആ പാവത്തിന് കൈ ഈ വില്ലേജ് പ്രൊട്ടക്ട് ചെയ്യണ പാവത്തിന്. നിങ്ങളായിട്ട് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചെന്നില്ല. അല്ല ഇത് കണ്ടുപിടിച്ചത് നമ്മൾ തന്നെയാ. വഴി തെറ്റിച്ചതാണ്. അല്ല എന്തായാലും ആവട്ടെ, നമ്മളിപ്പോ തന്നെ തല്ലുവിടണ്ട. നമുക്ക് വീട് കണ്ടുപിടിക്കാം. ഇന്നിപ്പോ രാത്രിയായി കിടന്നുറങ്ങാം. ഒരാൾ കിടന്നുറങ്ങി രാവിലേക്ക് വേഗം. അതെ ഈ അതല്ലേ നൂബി, ഇത് വില്ലേജർ ഉറങ്ങാത്ത വീടാ ഇവിടത്തെ വീട്. നമുക്ക് പിന്നെ എന്തായാലും സ്വന്തമായിട്ടൊരു വീട് വേണടേ. അല്ലാണ്ട് ഇവന്മാർ ജീബീനെ അതിന്റെ സൗണ്ടാണ് അത്. ഞാനും വീടിന്റെ ഉള്ളിൽ കേറിട്ടാ. ഞാൻ വീടിന്റെ ഉള്ളില്ല. ഞാൻ ഇവിടെ സ്റ്റോണേജ് ആയി. ആള് തീർന്ന്. എനിക്ക് അവന്റെ കയ്യിരുന്ന സാധനം കൂടെ കിട്ടി. ഇത് മണ്ണാ. ജീബി ഇത് ഇനി യൂസ് ചെയ്യാ. ഹെൽത്ത് പോയാ എങ്ങനെ? ഇല്ലടെ പോണില്ല. കണ്ട തന്റെ മേല് കൊള്ളുണ്ടല്ലോ. എടേ നൂബീനെ കൊള്ളില്ല. ഇത് നോക്ക്. അല്ലടേ തന്നെ നൂബിയുടെ മേല് കൊള്ളില്ല. താൻ മാത്രം. ആ നൂബി പോ. ഞാൻ നൂബിക്ക് എന്താ പവറാന്ന്. ഉണ്ടാക്കിയ വേണ്ട മതി 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 മതി. അയണ ബ്രോൺ. ഇത് അയണല്ലോ ഇത്. അയണ
ഇതിനകത്ത് ആണോ എടുക്കണ്ടേ? എഴുത അയ്യണാണോ? ഓ ഇതായ അയ്യണെന്ത് ഈ കളർ? കുഴിച്ചിട്ട് കല്ലിലല്ല. ഓ സോറി അയ്യണ. മിസ്റ്റർ മാറിപ്പോയി. മറ്റൊന്നില്ല. എനിക്കാ കിട്ടിയ ഞാൻ എടുത്ത് മരത്തിന്റെ ആക്സ് ആയിരുന്നു അല്ലേ? ഓ റോ അയ്യണ. ഞാൻ അതൊക്കെ മറന്നുപോയില്ലോ. എടേ ഗെയിമൊക്കെ മറന്നുപോയിട്ടാ. കളിക്കറിയില്ല. എടേ ഇത് അയ്യണായിരുന്നു. അല്ലടെ അയ്യണല്ലാണ്ട് പിന്നെ പിന്നെ സിൽവറാ. ഓ അത് ശരിയാ മാറിപ്പോയി. സിൽവർ ഓറല്ലേ അല്ലേ? സിൽവറാ പിന്നെ ഏത് ഓറല്ലേ? സിൽവർ ഒന്നുമില്ല അതിനകത്തോട്ട് വെച്ചോ. അയൺ കുക്ക് ചെയ്തോ. നമുക്ക് അയണിന്റെ ഒരു ആർമർ ഒക്കെ സെറ്റ് ചെയ്താലോ ഒന്ന്. സെറ്റ് ഞാൻ വെച്ച്. അല്ലടേ അയണിന്റെ കളറ് മാറി എന്തേലും ഉണ്ടായാ? അയണിന്റെ ആ രൂപം മാറി. പണ്ടത്തെ രൂപമല്ല ഓറിന്റെ രൂപം മാറിയിട്ടുണ്ട് ജിറ്റി. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു ഓറിന്റെ രൂപം. എനിക്ക് അതാ ഞാൻ ചോദിച്ചേ. എനിക്ക് മനസ്സിലാവാത്ത പോലെ. ആ അതെ പണ്ട് നീ കളിച്ചപ്പോ ഇങ്ങനെ അല്ലായിരുന്നു. അയണും കെട്ടി കിട്ടി. അയണും കെട്ടി കിട്ടി. എനിക്ക് തോന്നടേ ഞാന് ഷെയ്ഡ് ഇട്ട് കളിച്ചിട്ടില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് വേറെ കേസ്. അയണും കെട്ടി കിട്ടിട്ടാ. സാധനം കിട്ടി. ആ കുറച്ചു നേരത്തേക്ക് സ്പീഡ് കിട്ടും ഓടാനായിട്ട്. കഴിച്ചോക്ക്. കഴിച്ചു ഇതെന്റെ വിജയം. സ്പീഡ് കിട്ടിയ നൂബി. പ്രതികാരം വീട്ടി. ഞാൻ ചെറുതായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിട്ടെ കോളെടുത്തോ. പടച്ചട്ടിയും തൊപ്പിയും മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് നിങ്ങൾ എവിടെയാ? നിങ്ങളെ കാണുന്നുണ്ട്. ഞാൻ താഴെ ഇവിടെ ഇപ്പൊ നമ്മൾ നടക്കുവാണെങ്കിൽ ചിലപ്പോ ഒത്തിരി അയൺ കിട്ടൂലേ? അവിടെ നമുക്ക് എന്തായാലും അയൺ കിട്ടും. ഇവിടെ അയണുണ്ട്. അത്രേ ഉള്ളൂ. നീ ഇങ്ങനെ അവന്റെ പടച്ചട്ടെ നോക്കിക്കൊണ്ടിരുന്നോ? നമുക്ക് അവൻ സമയത്ത് ഉണ്ടാക്കി. ഞാൻ കിട്ടിയ ചാൻസിന് അങ്ങനെ ഐസായിട്ട് എടുത്ത് ലൈറ്റ് ഉണ്ടാക്കി താഴെ വച്ചു പോയാലോ? പടച്ചട്ട ഇട്ടുകൊണ്ട് തെറാപ്പി എല്ലാത്തിനും അടിച്ചോളാട്ടാ. ഞാനൊന്നും അടിക്കില്ല. നമുക്കൊന്നും അറിയാൻ പാടില്ലാട്ടാ. എന്റെ ഒരു മനസ്സ് വേണം നമുക്ക് ഡയമണ്ട് കിട്ടുന്ന കേട്ടോ. ഇപ്പൊ കിട്ടി തന്നെ. നമുക്കെന്നറിയാം ഡയമണ്ട് കൊണ്ട് ഒരു വീടങ്ങ് ഉണ്ടാക്കിയാലോ? ഡയമണ്ട് കൊണ്ട് ഒരു വീട്. അതാണ് എന്റെ ആഗ്രഹം. അതെ ഏതാ ജീവിയുടെ ലെവല്? വെളിച്ചം വന്നേ. വെളിച്ചം വന്നപ്പോ താഴ്ത്തിട്ട് പോണ്ടാന്ന്. ഇത് ഇതിന്റെ ഇടയ്ക്കേക്കൂടെ ഒരു വഴി ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ പിന്നെ ടോർച്ചൊക്കെ എടുത്ത് കയ്യിൽ വെച്ചൂടെ? ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ എന്താ കോപ്പർ കൊണ്ട് ആർമർ ഉണ്ടാക്കാൻ പറ്റൂ. ഇപ്പോഴത്തെ എന്തോ ഉണ്ടാക്കാൻ പറ്റുമോ? കോപ്പറും കെട്ടി കിട്ടി. കോപ്പറിന്റെ ഷവലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എന്റെ ഗെയിം ഫുള്ള് നമുക്ക് കോപ്പറിന്റെ പടച്ചട്ടി ഉണ്ടാക്കാൻ GB ഉള്ളോണ്ട് ലെറ്റ്സ് ഗോ. ഇവിടെ കിട്ടി അയൺ കിട്ടി. ഞാൻ കുഴിച്ച അയൺ കിട്ടി. പിന്നല്ലാണ്ട് കിട്ടി. ആർക്കും അയൺ വേണ്ട? എന്നാ കോപ്പറാണോ നല്ലത്? ഇനി ഇതല്ലേ നല്ലത്? അതെ ഞാൻ കൊണ്ടിരുന്നു. കുറച്ച് അയണും കുറച്ച് ഇതോട് 5 ഉണ്ട്. ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് 5. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ പിന്നെ എനിക്ക് അതാ നല്ലത്. നിങ്ങൾ കോപ്പറും കെട്ടെടുത്തോ. അയ്യോ ചുമ്മാ ഇതൊക്കെ സാധനം നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മൾ കുറച്ച് സ്ട്രോങ് ഇറക്കണ്ടേ? നമുക്ക് എന്നിട്ട് വീടുണ്ടാക്കണം കേട്ടോ. രാവിലെ ആവാറായില്ല, രാത്രി ആവാറായി. കൊള്ളാലോ. എടേ ഇതൊരു വരി മീൻ ചട്ടിയുടെ കാലെടുത്ത് കത്തി തലയിൽ വെച്ച പോലെയുണ്ട്. സത്യം പറഞ്ഞ എന്റെ കണ്ടോ ഞാനൊരു അയ്യേണ്ട സാധനം ഇട്ട പോലെയുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. എടി ഇതെന്താണ്? സ്നോഫാള്. മഴ പെയ്യുന്നോണ്ടാ എന്റെ ലൈഫിൽ ആദ്യത്തെ സ്നോഫാളാ ഇത്. ഏതാ ലെവല്? ജീബി അല്ല ലെവല് നോക്ക്. ഞാനും ഉണ്ടാക്കട്ടെ. എന്നാ പിന്നെ എന്തിനാ ഒരു കുറവ്? അടിപൊളി നല്ല രസമുണ്ട്. സർ വി ആർ റെഡി സർ. ലെറ്റ്സ് ഗോ. ഉറങ്ങുന്നത് നന്നായിരിക്കും. ഞാൻ ഒന്ന് ഉറങ്ങട്ടെ.
ഇറങ്ങിട്ട് വാ അല്ലെങ്കിൽ ഇവിടെ മൊത്തം അവന്മാര് വരില്ലേ? അതാ ഒരാളും കൂടെ ഉറങ്ങണമെന്ന് തോന്നുന്നു. വേണ്ട 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 വേണ്ട. ആ ഒരു ഫുഡും കൂടെ അങ്ങ് കുക്ക് ചെയ്ത് വെച്ചേക്കെ, എന്നിട്ട് നമ്മുടെ ജൈത്രയാത്ര തുടങ്ങാം. റോ മട്ടൺ ഉണ്ട്, അതിലോട്ട് വെക്കാല്ലേ. ജീവിക്കുകയാണെങ്കിൽ അത്യാവശ്യം വിശന്ന് കഴിഞ്ഞാൽ തലയിലെ ചട്ടി കമത്തിട്ട് എന്തെങ്കിലും മീൻകറി എന്തെങ്കിലും ഉണ്ടാക്കും. അതെ, അയനം കൊണ്ടുണ്ടാക്കിയതിന്റെ അഹങ്കാരമാണ് നമ്മളിപ്പോ കാണുന്നത്, മനസ്സിലായില്ലേ? തൽക്കാലം എനിക്ക് തോന്നുന്നു ഞാൻ തൽക്കാലം പാന്റ് നിങ്ങളുടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം തോന്നുന്നു. അയ്യോ മാച്ചാവൂലോ. കുഴപ്പമില്ല, പടച്ചട്ട തൽക്കാലം എന്റെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ. ജിറ്റിക്ക് പാൻറ്റായാ? പാന്റ് തൽക്കാലേ ഞാൻ ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. ആ അതങ്ങ് ചെയ്യ്. എന്റെ ഫാഷൻ കണ്ടാ, ഫാഷൻ കണ്ടാ, പുതിയ ഫാഷൻ ഇറക്കി. പിന്നെ കാണാനില്ല, ഭൂമിയുടെ അടി പോയി. ഞാൻ അയ്യന്റെ ലെഗിങ്സും കൂടി ഇട്ടിട്ട് നടക്കുള്ളൂ. എടേ പറ്റിച്ച് ഇവിടെ ഒന്നുമില്ലടേ. ഞാൻ അടിയിലേക്കല്ലേ പോയി, കേറിയല്ലോ പോയി. അവിടെ ഏതൊരു കുഴി ഉണ്ടായിരുന്നു. അയ്യേ, ഇവിടെ ഒരു അയ്യൺ പോലും ഇല്ല. പറ്റിച്ചടേ. വേണ്ട 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 വേണ്ട. മിണ്ടി പറഞ്ഞിരിക്കും നിങ്ങള്. അതല്ല, നേരെ ആ കുഴിയിലോട്ടൊക്കെ വിട്ടാ ചേരുന്നല്ലേ രൂപി. എന്നിട്ടാ പറ്റിച്ച് അത് ചെയ്താ മതിയായിരുന്നോ? പറ്റിച്ചടേ. ഇവിടെ കോള് മാത്രമേ ഉള്ളൂ. വാ, കോള് നമുക്ക് അനിവാര്യമായിട്ടുള്ള സാധനമാണ്. വന്നോ നമുക്ക് പോവാ. ഇനി തെറാപ്പി നമുക്ക് വേണ്ടി ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ ആർക്ക് എന്ത് കേക്കാനില്ല. പിന്നെ താഴെ ഒന്നുമില്ല, കോള് മാത്രമേ ഉള്ളൂ. വേസ്റ്റ് സ്ഥലം. ഒറ്റയ്ക്ക് ഉണ്ടാക്കിയവൻ കണ്ട, കയറി പോകുന്നുണ്ട. എല്ലാരെയും കൂടെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്ന് വെച്ചപ്പോ അവ ഒറ്റയ്ക്ക് കയറി പോയി. ജീവി കുന്നമച്ചേറിയ എറിഞ്ഞു വീഴ്ത്ത്. എടാ, നിങ്ങൾ ആ കല്ലവിടെ മുറിച്ച കല്ല്, ഞാൻ വെറുതെ വഴിന്ന് കിട്ടിയ കല്ലൊക്കെ എടുത്തിട്ട് കയറി വന്നതല്ലേ. എന്തായാലും വെറുതെ കുറച്ച് കല്ല് കിട്ടി, അതെടുത്തൊക്കെ പറഞ്ഞു. ചത്ത എങ്ങനെ? ഇല്ല ചത്തേ, ഞാൻ പെട്ടെന്ന് നൂബിയെക്കാട്ടി പെട്ടെന്ന് മേലെത്തായിരുന്നു. അത് ശരിയാട്ടാ. നൂബി ഇവിടെ എത്തണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്, നേരെ ചത്താ മതി. നമ്മള് സ്റ്റെപ്പ് ഉണ്ടാക്കി കയറി. ഒരു തവണ കൂടെ ഞാൻ വീണ് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് മേലെത്തു. അതാടെ നല്ലത്, ഞാൻ പറയണേ അതാ നല്ലത്. ടൈം എത്രയുടെ ആയി? പൊട്ടാറ്റോ മൈൻക്രാഫ്റ്റില് ബസിന്റെ സൗണ്ടാ. വീണ്ടും ബസിന്റെ സൗണ്ട്. ഹൈവേയിലെത്തിയത് നടന്നത് കുഴിച്ചു. ജീവി നടന്നോ? നൂബി ബസ്സൊക്കെ കയറിയ വരണേ. നമ്മൾ ഏകദേശം എത്തി. ഇവിടുന്ന് സ്റ്റെപ്പ് ഉണ്ടാക്കിയാ മതി. അതാണ് കണ്ടാ, ഞങ്ങളെത്തി. ഞങ്ങള് ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആതാ വരുവേ, അല്ല ജീവി? അത്രേ ഉള്ളൂ. നിങ്ങൾ എങ്ങടെ പോണേ? ഞങ്ങള് ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആതാ വരുവേന്ന്. അത്രേ ഉള്ളൂ. എന്നിട്ട് കാണാനില്ലല്ലോ. അതല്ല, കുറച്ച് ലേറ്റ് ആവുമ്പോ പോണായതുണ്ടാ ഇവിടെ മറ്റേ നരസിംഹത്തിനെ പോലെ മണ്ണീന്ന് എറിയുന്നില്ലേ? ഒരു മിനിറ്റ് ഒന്ന് കേരളം എന്നിട്ട് വേണം. ഏതാ ലെവല്? നമുക്ക് ഇവിടുന്ന് പോവാ ഈ ശല്യം സ്ഥലത്തുനിന്ന്. ആദ്യം കണ്ടപ്പോ എല്ലാരും ഓടിപ്പോണ്ടതാണ്. സ്കൂൾ വിട്ട് അപ്പൊ നമ്മൾ എന്തായാലും വീട് സ്വന്തമായിട്ട് പണിയാനുള്ള മൈൻഡില്ല. എവിടെ പാപം അല്ലല്ല, അത് സ്നോല് മറ്റേ പേര് പോളാർ ബെയർ. പിടിച്ചാലോ അതിനെ. ഇത് കൊല്ലോ നമ്മളെ. നിങ്ങൾ പൊക്കോ. വെള്ളത്തിന്റെ അടിയിൽ ഐസ് ബാത്ത്. അപ്പൊ ഒന്നും ചെയ്യില്ല. പൊക്കോ നൂബി. അവിടെ പോയിട്ട് നൂബി കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കണ്ടാ, അത്രേ ഉള്ളൂ നൂബി. പവർ വരട്ടെ. ഞാൻ വെള്ളത്തിൽ നോക്കി മുങ്ങാൻ കൂടി ഞാൻ പേടിക്കും. ഞാൻ പുറകെണ്ടെന്ന് തോന്നുന്നു. ഞാൻ തിരിഞ്ഞു ഇവിടെ മേളിൽ തടിക്കാം. ജീവി കുന്ത വെച്ച് കുത്ത്. നൂബി അങ്ങനെ ഇറങ്ങിപ്പോ. നൂബി അങ്ങനെ ഇറങ്ങിപ്പോ. കൊല്ല് ഇറങ്ങിച്ചില്ല.
അല്ലല്ല ഞാനല്ല, ഞാൻ ഇറങ്ങിപ്പോകുന്ന പറഞ്ഞത്. ഇനി വന്നേ ബ്രെഡിന്റെ കൂടെ കൂട്ടി കഴിച്ചോളൂ. അവന്റെ വയറ്റീന്ന് കിട്ടിയതാ. അവൻ ചത്ത്. ഫൈനലി ഞാനവനെ കൊന്ന്. ഏതാ ലെവല്? ഈ പാവൊക്കെ ഞാൻ എവിടെ കൊണ്ട് ഒഴുക്കി കളയും. പോവാ നമ്മള് ഇതൊന്ന് മാറി. വീട് വീട് വീട്. നമുക്ക് ഓരോ കുതിരയുടെ മേലെ കയറി അങ്ങ് പോയാലോ? അത് ശരിയാണല്ലോ. അത് വേറെ ലെവലായിരിക്കും. ഒരു കാര്യം ചെയ്തേ, ആ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങോട്ട് വെച്ചേ. അത്രേ ഉള്ളൂ. ഇത് എല്ലാത്തിനും നൈസ് ഐഡിയ. ഉണ്ടാക്കണെങ്കിൽ എന്താ വേണ്ടേ? അയൺ മതിയില്ലേ? 3 ലെതർ വേണല്ലേ? 3 ലെതറും ഒരയണും. അതിപ്പോ ഉണ്ടാക്കാം, കുഴപ്പമില്ല. എനിക്ക് 1 ലെതറും കൂടി വേണം. ഇതിനില്ല, 1 ഒരയൺ ഞാൻ നിങ്ങക്ക് തരാം. 2 ഉണ്ടാക്കിയ 3 അയണൊക്കെ ഇവിടെയൊക്കെ സ്റ്റോക്കാണ്. പിടിച്ചോ ആദ്യത്തെ ആളിനെ. ജീവി എന്നോട് പറഞ്ഞ പോറേ. പിടിച്ചോ. നിങ്ങൾക്ക് ഏത് കുതിരയാ വേണ്ടത് ഇപ്പൊ തന്നെ പറഞ്ഞോ. എനിക്ക് വെള്ള ഇവിടെ വെള്ളം ഇല്ലല്ലോ, ഇപ്പൊ ഇവിടെ ഉള്ളതിനെ എടുക്ക്. അല്ല, വെള്ളയില് വെള്ളപ്പാണ്ടുള്ള കുതിര. ഇതിനെന്തേലും കൊടുക്കണ്ടേ? ചിക്കൻ കൊടുത്താ മതിയാ? അതന്നെ, പക്ഷെ ഇത് സമ്മതിക്കണില്ലേ? നിന്റെ കയ്യിന്ന് സാധനം മാറ്റി, കയ്യിലൊന്നും വെക്കാതെ. ഇപ്പൊ എന്റെ ടൈം ആയി. കണ്ട കേറി ഞാൻ കേറി. അത് ട്രൈ ചെയ്തോണ്ടിരി. അത് ടൈം ആവണം, നിന്നെ ഇഷ്ടപ്പെടണം. ഇത് എന്നെ വലിക്കാൻ പോണ. ഞാനെല്ലാവരും കണ്ടോളാണ്. ഇവ എന്നെ കണ്ടോളി. ഇനി സാഡിലെടുത്ത് പോയി. ഇവൻ ഇറങ്ങാ. വെച്ച് പോവാ. പോവാ. എങ്ങടെ പോണ്ടേ? അതെ, വെള്ളത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മള് പോവും. അതുകൊണ്ട് പയ്യെ ഇറങ്ങിയാ മതി. മഴ പോയി. കുതിര നീന്തി. മഴ മാറിയപ്പോ തന്നെ ഒരു സമാധാനായിട്ടാ. നീന്തിലടിച്ച കുതിരയാ. അതന്നെ, അതുകൊണ്ട് കുഴപ്പമില്ല. ജീവിയാണെങ്കിൽ വെള്ളക്കുതിര. എനിക്ക് വെള്ളക്കുതിരയെ വേണ്ട, എനിക്ക് ഇതിന് തന്നെ മതി. ജീവി ഇതിന്റെ എങ്ങനെ എടുക്കുക? ഈ സൈഡില് വണ്ടിന്ന് ഇറങ്ങുക. കുതിര എന്നെ കൊണ്ട് പോണു. എന്റെ കുതിര മുട്ടയിട്ടു. മുട്ടയോ? കുതിര മുട്ട അവിടെ ടൈം ചെയ്തിട്ടുണ്ട്. എടുത്തോ. എവിടെ? ഇത് ആടല്ലേ? ആടല്ലോടോ. ഓ, നൂബി വെറൈറ്റി. ഒരു കുതിര മാത്രം. നൂബിക്ക് പറ്റിയ കുതിര ഫ്രണ്ടില്. നൂബി ഹലോ. അതല്ല നീ അങ്ങനെ പുച്ഛിക്കരുത് കേട്ടാ. ഇവനെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഉപയോഗമുണ്ട്. നമുക്ക് പെട്ടി വെക്കാൻ പറ്റും, അറിയോ? ആണോ? ഇവന് ടൈം ചെയ്യാൻ പറ്റുമോ? പെട്ടി വെക്കാം. ഇവന് പിന്നെ കുതിരയുടെ അത്രയും സ്പീഡും ഉണ്ട് കേട്ടോ. കമോൺ, ആ കഴുതേനെ ടൈം ചെയ്യുന്ന ആളിന് ഈ വർഷത്തെ ഏറ്റവും വലിയ പുരസ്കാരം. അതിന് ചിക്കൻ കൊടുക്കുന്നു. ചിക്കൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ടൈം പോകും. അത് കേറി ടൈം ചെയ്യാന്നായിരുന്നു. ഓനോ, ഞാനാണല്ലോ അത് വെച്ചത്. ഞാൻ ടൈം ചെയ്യാവനെ. മോനെ മൊട്ടാണോ എനിക്ക്? അത് ഓൾറെഡി ടൈം ചെയ്ത് വെച്ചേക്കുവാ. എന്റെ കുതിര. അയ്യോ, എന്റെ കുതിരയെ കൊന്ന്. കുതിരയല്ലേ? കഴുത. കഴുത. ഒരു കുതിരയെ കൊണ്ടടാ. ഇനി മുതൽ നൂബി ആരാ? ഈ വർഷത്തെ ഏറ്റവും വലിയ കഴുത ടൈമർ. രണ്ടുപേരും ടൈം ചെയ്തില്ലേ? കുഴപ്പമൊന്നുമല്ല. അയ്യോ, നല്ല സ്പീഡാണല്ലോ. ഓടിയൊക്കെ കുതിരയെക്കാട്ടി സ്പീഡ് കഴുതക്ക്. അല്ല നമ്മുടെ ഇത് മാറിപ്പോയി. നമ്മള് വീട് നോക്കാനാ പോണേ. കുതിരയും കഴുതയൊക്കെ. ജീവി ഇവിടെ പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ മറ്റേ ഇത് പണിയാൻ വേണ്ടിട്ട്. ഇവിടെയോ? അതായത് നമ്മള് വില്ലേജറിനെയും കൊണ്ടുവരായിരുന്നു. ശരിയാടെ, അതൊക്കെ ഉണ്ടല്ലേ. മറന്നുപോയി. വില്ലേജറിനെ മറ്റേ വണ്ടിമ കൊണ്ടുവരണൊക്കെയല്ലേ? ഇവിടെ ഉറപ്പിക്കുവാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെഡ് വെച്ചിട്ട് നമ്മുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങാം. പക്ഷെ അങ്ങനെയല്ലേ, നമ്മൾ പറഞ്ഞ ഇടയില്ലേ, നമ്മുടെ മരത്തിന്റെ ഇടയിലെ ഒരു സീക്രട്ട് വീട് പണിതാലോ നമുക്ക്? അതാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വിഷയായിരിക്കും. എല്ലാവരും കാണാം. വില്ലേജറിനൊക്കെ ഇങ്ങോട്ട് മറ്റേ ഇതില് കൊണ്ടുവരാം നമുക്ക്. റെയിലൊക്കെ കെട്ടിയിട്ട് മറ്റേ മൈൻ കാട്ടില് സീനായിരിക്കും അല്ലേ? ഈ കുഴിയുള്ള ഏരിയ തന്നെ വേണമെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അത് ശരിയാ. ഇത് ഡേഞ്ചറാട്ടോ. ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ എപ്പോ വീണാലും നമ്മൾ ചാവും. ഇവിടെ ഡേഞ്ചറാണ്. എന്റെ അമ്മ ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് കണ്ട. ഇതിലൂടെ വീണ് കഴിഞ്ഞാൽ തന്നെ ഇത് നോക്ക്. ഞാൻ നിക്കണതൊക്കെ നോക്ക്. ഒരൊറ്റ രണ്ടും
മണ്ണല്ലാത്തേ ഉള്ളൂ ഇവിടെ. കറക്റ്റ് കുഴിയാ. ഇവിടെ വന്നേ, എന്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് വന്നേ. നേരെ വാ, നേരെ വാ. കണ്ടാ ഇതിന്റെ ഇടയിൽ കൂടെ നേരെ അടിയിലേക്ക് പോവും. സീന നല്ല കുഴിയാ, അതുകൊണ്ടാ ഞാൻ ഇവിടെ പോവാന്ന് പറഞ്ഞേ. പോവാടേ, പോവാ. എടി ഇവിടെ കൊള്ളാലോ. ഇവിടെ എത്ര ഇലയൊക്കെ വീണ് കിടക്കണം. ഇതൊക്കെ ഉണ്ടായിരുന്ന മുമ്പ്? ഇല്ല ഇതിപ്പോഴും വന്നേ. ജിറ്റി ഈ ഇല വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് മറ്റേ കോളിന് വരെ യൂസ് ചെയ്യാൻ പറ്റും. ഏടേ അത് കൊള്ളാലോ. അത് ലാഭായിട്ടാ. ഒരു നല്ലൊരു ഏരിയ കണ്ടുപിടിക്കാം ആദ്യമേ. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത്. ജീവി പറയാതാ നല്ലതെന്ന്. അണ്ണൻ പറയുന്ന പോലെ നമ്മൾ ഫോളോ ചെയ്യും. ഇവിടെ മൊത്തം തൊളയാന്ന് ഈ ഏരിയ മൊത്തം. നമ്മളെ വേൾഡ് ജീവി പണ്ട് ഓർമ്മയുണ്ടോ നമ്മള് മൈൻക്രാഫ്റ്റ് അണ്ണൻ എന്ന് വിളിച്ച് കളിക്കാറുള്ളത്? ജീവി അണ്ണ, ജീവി അണ്ണ, ഒന്നും കേറാൻ പറ്റില്ല. ജീവി അണ്ണൻ. ജീവിയെണ്ണം പറ്റിച്ച് ഇവിടത്തെ കയറാൻ പറ്റുന്നില്ല. ജീവിയുടെ എണ്ണ ഈ ചെറിയ അണ്ണൻ. അതെ, എന്റെ വീട് ഞാൻ ചെറിയ എണ്ണെന്ന് വിളിക്കണമെങ്കിൽ ഇപ്പൊ ഓർമ്മയുണ്ട്. മൈൻക്രാഫ്റ്റ് വീഡിയോയില് ചെറിയ എണ്ണ നമുക്ക് ഇവിടെ വീട് പണിയാന്ന്. മൈൻക്രാഫ്റ്റ് മാത്രമല്ല അതന്നെ ചെറിയ എണ്ണ. ഇന്ന് കൂടെ ജീവി അണ്ണനും ചെറിയ അണ്ണനും ഇപ്പൊ വേറെ വിളിക്കണേ. ഇതാണ് മിന്നാമിനിങ് കേട്ടോ. എവിടെ? ഓ ഇത് മിന്നാമിനിങ്. ഞാൻ വിചാരിച്ചത് എന്ത് സാധനം കത്തണേന്ന്. എടേ കൊള്ളാം. നൈറ്റ് കാണാൻ നല്ല വൈബാ. മൊത്തം വെളിച്ചായിരിക്കല്ലേ? ഇവിടെ അടിപൊളി സ്ഥലാട്ടാ. സെറ്റപ്പ് സ്ഥലാണ്. ഇഷ്ടപ്പെട്ട് വൈബ്. മാമനൊക്കെ പോയിരുന്നു ജീവി കണ്ടാൽ. ലൂബിയൊക്കെ വിളിക്കണല്ലേ ജീവി അണ്ണാ. ജീവി അണ്ണ ഞങ്ങളെ കൂട്ടി ജീവി അണ്ണ. അയ്യേ ഈ സ്ഥലം പൊട്ടയാടേ. ഇതൊരു രസമില്ലാത്ത സ്ഥലം. ഈ പച്ചപ്പുള്ള സ്ഥലം നല്ലത്. ഇതൊരു മാതിരി പൊട്ട സ്ഥലം. അതെ വെള്ളം വേണ്ട. എനിക്കൊരു കറുത്ത കുതിരയാണ് വേണ്ടത്. വെള്ളക്കുതിര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അടിയാ ഉപേക്ഷിച്ചാൽ. ഇതേട്ടാ മറ്റേത് ജീവി മറ്റേ സംഭവം മറ്റേ കളിയാക്കി കളറിനെ കളിയാക്കി വെട്ട് ജീവിനെ കൊണ്ട്. ഇതെന്താ ജീവി? എടി ഇതെന്ത് ജീവിയാണ് ഇവിടത്തെ? ഓർക്ക് പോലത്തെ സൗണ്ട്. പന്നി എന്തെങ്കിലും ഈ കളറിൽ ഇവിടെ. അത് ഓരോ ബയോമിലും ഓരോ കളറാണ്. എന്റെ അമ്മ. പശുക്കള് കണ്ടോണേ. ഇവിടത്തെ പശുവിനെ നീ കണ്ടോ? ഇത് പശുവല്ല, അല്ലാതെ തോട്ടാണ്. കോഴി. ഇവിടത്തെ കോഴി മഞ്ഞ. കോഴിക്കും കളർ വ്യത്യാസം. എടാ ഇവിടത്തെ കോഴി കാണാൻ നല്ല ഭംഗിയുണ്ട്. കൊന്നു ചിക്കൻ എടുത്തിന്. ഇത് കണ്ടോ? ഇവിടത്തെ പശു നോക്കി. അമ്മണി പശുവിന്റെ കളർ. അവിടെ അമ്മണി പശുവിന്റെ കൊമ്പൊക്കെ ഉണ്ട് ഇവിടത്തെ. എടേ അടിപൊളി. അത് കൊള്ളാം. നമുക്ക് മഴ ഇഷ്ടമല്ലെങ്കിൽ ഈ ബയോമിൽ നിന്നാലോ? മഴ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും. പക്ഷെ ഈ ബയോം പൊട്ടയുടെ ഇത് ഭയങ്കര ശോകം. ഒരുമാതിരി ഉണങ്ങിയ വീട്. അതാണ് എടാ അവിടെ ഇത്ര കിടില സ്ഥലം ഉണ്ടായിട്ടേ ജീവി വന്നേക്കണ. ഇനി അങ്ങനെ പറ. അല്ലടേ ജീവി ഇത്ര നേരം കൊണ്ട് കണ്ടുപിടിച്ച നല്ല സ്ഥലാട്ടാ ജീവിയുടെ ഇത്. ഈ ഉണങ്ങിയ കാട്. അവിടെ എന്ത് ഉണങ്ങിയ കാടിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ മഴ അങ്ങനെ പെയ്യാറില്ല. അതുകൊണ്ടാണ്. ഭാഗ്യം. നന്നായുള്ളു. ഈ രണ്ട് നല്ല വീട് എന്റെ. ഞാൻ വീട്ടിൽ കയറി. ഇവിടെ മറ്റേതുണ്ടല്ലോ. ഇവിടെ മാപ്പ് ഉണ്ടാക്കാൻ പറ്റൂല്ലോ. ഇവിടെ ബണ്ടിലാ. ഇവിടെ ബണ്ടിൽ എന്ന് പറഞ്ഞൊരു സാധനം. ഇവിടെ കൊള്ളാലോ. ഇതൊക്കെ പുതിയതല്ലേ? അതില് നിനക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റും. ഫുഡൊക്കെ വെക്കാലേ. ഇവിടെ ബണ്ടില് ഞാൻ കിടന്നുറങ്ങിയിട്ട് വില്ലേജസിന്റെ ഫുഡ് മോഷിക്കുന്നു ഞാൻ. ആ കൊള്ളാല്ലേ. ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഏതെങ്കിലും വീടുണ്ടെങ്കി അവിടെ എന്താ ബെഡൊന്നും ഇല്ലല്ലോ അവിടുത്തെ വീടുകളില്. വെള്ളത്തിന് നടുക്ക് വെച്ചാലേ വീട്. അത് കൊള്ളാം. വെറൈറ്റി ആയി. ഇവിടെ എങ്ങനെ വെച്ചാലും ഇവിടുന്ന് അങ്ങോട്ട് ഒരു വഴി. ഈ വഴി നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയായിട്ട് എടുത്തിട്ട് ഇവിടെ വീട് സെറ്റപ്പ് ആയിരിക്കും. സെറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു കാര്യം ചെയ്യാം. നമുക്ക് വെള്ളത്തിന് നടുക്ക് ഒരു വീട് വെച്ചിട്ട് അവിടെ നിന്ന് താഴോട്ട് നമുക്കൊരു സീക്രട്ട് ചേംബർ പോലെ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചില്ല് വെക്കാം. ഗ്ലാസ്. അമ്പോ സെറ്റപ്പ്. അത് സെറ്റപ്പ് ആയിരിക്കും. അതെ എന്തൊട്ടാ ജീവിയുടെ സെറ്റപ്പ്.
എങ്ങനെയെങ്കിലും പ്രായം കുറയ്ക്കാൻ നോക്കാൻ നീ കൂട്ടാൻ നോക്കുന്ന സിനിമ ഡയലോഗ് അറിയാതെ സമ്മതിക്കില്ല തോന്നുന്നു. ഞാനൊന്നും പറയൂല. അത് നോക്കാം, നമുക്ക് വീട് പണിയാ. ജിബിയുടെ ഐഡിയ നമുക്ക് സെറ്റ് ആക്കാം. അണ്ടർഗ്രൗണ്ടില്ലേ ജിബി, ഒരു റൂമില്ലേ നമ്മുടെയൊക്കെ റൂമുകൾ എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു സൈഡ് മൊത്തം ചില്ലായിരിക്കും. പടി കൂടെ മീനൊക്കെ പോണ നമുക്ക് കാണണം. സെറ്റപ്പ് ആയിരിക്കുന്ന വെച്ചോ, ദേ എടുത്തോ, സാധനം എടുത്തോ. എന്തൊക്കെ ഉണ്ടാക്കണം ജിബി? കാര്യങ്ങൾ പറ, എന്തൊക്കെ എടുക്കണം കാര്യങ്ങൾ പറഞ്ഞ. ആ സെറ്റ് ഞാൻ ഉണ്ടാക്കാം. എത്ര എണ്ണം ഉണ്ടാക്കണം ജിബി? ഒരെണ്ണം കൂടി ഉണ്ടാക്കണ്ടേ? സ്ഥലം വേണ്ടേ ജിബി? 4 പെട്ടി അങ്ങ് ഉണ്ടാക്കി, ഒന്നും നോക്കിയില്ല. നമുക്കൊന്നും പേടിയൊന്നുമില്ല, അതുകൊണ്ട് പണ്ടോട്ടെ. ഈ മരം പറ്റുള്ളൂ, ഈ പൊട്ട മരം വെട്ടാൻ പറ്റുള്ളൂ ഇവിടത്തെ. അയ്യോ, ഈ നശിച്ച മരം വെച്ച് വീട് പണിയണ പറയാണെങ്കിൽ ആദ്യമേ മറ്റേ നല്ല മരം വെട്ടിക്കൊണ്ടേ വെള്ളത്തില്. പിന്നെ കുറച്ച് മുന്നോട്ട് പോയാ മതി തോന്നുന്നു. അധികം ഒന്നും പോയിട്ട് വലിയ ഗുണമൊന്നുമില്ലേ. ഈ മരനെ വെട്ടാലേ അല്ലാണ്ടും കാര്യമില്ല. ഈ മരങ്ങളുടെ ആട് ജീവിത. ഞാൻ ജീവി എന്തൊക്കെ ഇടില്ല സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഉദ്ദേശിച്ച. പിന്നെ നിങ്ങൾ ഇവിടെ മതി എന്ന് പറഞ്ഞു. ഇവിടെ കുഴപ്പമില്ല, നമുക്ക് അടുത്ത ദിവസം വേറെ സ്ഥലത്ത് പോവാം. ജിബി ഉണ്ടോ ബിൽഡിംഗ് ഐഡിയ ഒക്കെ ജിബിയുടെ ആണ്. ജിബി ഒക്കെ കൊറേ ഇതൊക്കെ ഉണ്ടാക്കി പഠിച്ച ആളായോണ്ടേ. മെയിൻ ആശാരി അല്ലല്ലല്ല ഒറ്റ വീട്. ഞാൻ മരം വെട്ടണോ? നൂബി ഉണ്ടാക്കുന്ന വീട് വന്നോ. ആർക്കാ വീട് വെക്കേണ്ടത്? ഓടി വാ. നൂബിയാണ് അപ്പൊ ആശാരി. നമ്മള് കയ്യാള്. ഞാൻ പറയും മറ്റേ കഴക്കോലൊക്കെ ഒന്ന് ശരിയാക്കി ഞാൻ പണി നടക്കാൻ പോവാ. ജിറ്റി പോയി കല്ലും സിമെന്റ് ഒക്കെ ഇറക്കി കുഴച്ച് ഞാൻ കുഴച്ചോണ്ടിരിക്കുക, മരം വെട്ടി കുഴച്ചോണ്ടിരിക്കുക. നന്നാവണം കേട്ടോ, തടിപ്പണി നന്നാവണം. ചെറിയ ചെരിവൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ കുറ്റം പറയരുത്. നല്ല കാതലുള്ള മരം തന്നെ നോക്കി കിട്ടിക്കോ എല്ലാവരും. ഇവിടെ മൊത്തം കാതലായി മരത്തിനൊക്കെ വെട്ടി. ആ കാതലല്ല കേട്ടോ, കാതൽ മണം. അല്ലെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ട്രീ ഹൗസ് പിടിക്കാം. വേണ്ട വേണ്ട, ട്രീ ഹൗസ് അടുത്ത വീട് നമ്മുടെ ട്രീ ഹൗസ് ആയിരിക്കും. ഇപ്പൊ തൽക്കാലം ഇതിൽ ഒതുക്കി. നമ്മളുണ്ടല്ലോ നല്ലൊരു സ്ഥലം കിട്ടുന്നവരെ നമ്മൾ മറ്റേ ലവരെ പോലെയാണ് ഇങ്ങനെ തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കും. ദേശാടനം അല്ല, ഹിപ്പികളാ കുപ്പികളാ അങ്ങനെ എന്തോ ഒരു പേര് പറയില്ലേ, അവരെ പോലെയാണ് നമ്മള്. ഹിച്ച് ഹൈക്കിംഗ്. 64 മരം ആശാരി പറഞ്ഞ പോലെ തൂക്കി എടുത്തിട്ട് വന്നേക്കുണ്ട്. ആശാരി അതെ, ആശാരി പറഞ്ഞ പോലെ മഴുക്കോലില് അളന്നിട്ട് മരം കൊണ്ടുവരുന്നുണ്ട്. മരം ദേ ഇവിടെ വെച്ചിട്ടുണ്ട്. ആശാൻ ദേ ഈ പെട്ടിയുടെ ഉള്ളില് മരങ്ങൾ ഇരിക്കുന്നുണ്ട്. മരങ്ങൾ ദേ എവിടെ ഇരിക്കുന്നുണ്ട്. ഇത്രയും വലിയ ഷൂറൂമായിട്ട് വെള്ളം കിടക്കൂല, അങ്ങോട്ട് കേറി ഇരിക്കുക. അത് ശരിയാട്ടാ, വെള്ളത്തിൽ തന്നെ മുങ്ങി കിടന്നിട്ട് കക്കൂസി പോണോ? അല്ലാണ്ട് അടിയില് മീനുണ്ടല്ലോ, അവർക്ക് ഭക്ഷണം. ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യണോ? സ്പേസ് മൊത്തത്തിലൊക്കെ യൂട്ടിലൈസ് ചെയ്യണോ? നോബി എല്ലാം നോബിയുടെ ഐഡിയ, ഞങ്ങൾ കൊണ്ടുതരും. നോബി മെയിൻ ഐഡിയ അറിയാലോ, അടിയിലോട്ട് പോണം, അണ്ടർഗ്രൗണ്ടിൽ പോണം വെള്ളത്തിന്റെ. അതെ, അടിയിൽ ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ, അത് എയർ കയറാൻ പറ്റേക്കുന്നതാണോ? ഇതെന്താ സംഭവം എന്നറിയോ? ഇവിടെ സ്ലാബ് വെച്ചോണ്ട് ഇനിയിപ്പോ ആ സ്ലാബ് തന്നെ വെച്ച് ഇല്ലേണ്ടിയിരുന്നോണ്ട്. നോബി അതിന് വഴി പറഞ്ഞ അടിയിൽ ഒരെണ്ണം വെക്ക്. വെക്ക്, ഒരു സ്ലാബ് വെക്ക്. ഇനി അതിന്റെ മുകളിൽ ഫുൾ ബ്ലോക്ക് വെച്ചാൽ ഇപ്പൊ സെറ്റ് ആവും. അതെ, അത്രേ ഉള്ളൂ. അതല്ല ബൈക്കേടെ ആശാരിക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായി. അങ്ങനത്തെ കളിയൊന്നും ആശാരി പറയും ജൽദി. ആശാരി ഇതാ മരം. നിങ്ങൾ മറ്റേ ചീകി ആശാരി ഇതേ കൊണ്ടുപോവാ. അടിക്കട്ട എടുക്ക്, അടിക്കട്ട ആദ്യം വേണം. കൊറേ തന്നിട്ടുണ്ടല്ലോ കയ്യില്. അടിക്കട്ട അത് ആ അടിക്കട്ട പോരാ, ആശാരി പറയും പോയി അടിക്കട്ട സെറ്റാക്ക്. ഇതിപ്പോ പിന്നെ ജനലൊക്കെ വെച്ചോ, എയർ കയറണ്ടേ?
ജെല്ലിന് വേണ്ടി ഒരു സ്പേസ് ഇട്ടേക്കാം. കാറ്റും പിടിച്ചാവട്ടെ. ഇതിപ്പോ കോഴിക്കോട് മിക്കവാറും പണിഞ്ഞു വരുമെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ നോക്കിയാ നിങ്ങൾ കണ്ടാ മതി. നിങ്ങൾ മറ്റേ ഇങ്ങനെ ത്രികോണം പോലെ ഇങ്ങനെ മേൽക്കൂര ഒക്കെ ഉള്ള സാധനങ്ങൾ ചെയ്യേ. ത്രികോണം പോലെ ഇരിക്കുന്നു. മേൽക്കൂര ഒക്കെ ഉണ്ട്. അത് നമുക്ക് റൂഫ് സെറ്റ് ചെയ്യാം. മരം കൊടുത്തിട്ടുണ്ട്. മരം ജീവിയുടെ കയ്യിലുണ്ട്. അല്ല നൂബിയുടെ കയ്യിലുണ്ട്. നല്ല സൗകര്യമുള്ള വീടാ പണിയണേ. സെറ്റപ്പായിട്ട് നല്ല സൗകര്യമുള്ള വീടാണ്. ഏതാ ഭംഗിയില്ലേ? അങ്ങോട്ട് നോക്കി. വീടിന്റെ അല്ല, വീടിന്റെ ഭംഗിയല്ല, ക്ലൈമറ്റിന്റെ ഭംഗി. എടി ഇവിടുത്തെ ഒറ്റ വീട്ടിലെന്താ കിടക്കാനുള്ള സ്ഥലം ഇല്ലാതെ. എണീറ്റ് പോടാ. നല്ല സൗകര്യം. അടിക്കട്ടെ ഇവിടെ. നല്ല സൗകര്യമുള്ള വീടായിട്ടല്ലോ. പിന്നെ നന്നായിട്ട് കാറ്റ് വിളിച്ചു കയറണ്ടോ. കുറച്ചുകൂടി കാറ്റ് വിളിച്ച് വേണമെങ്കിൽ മേൽക്കൂര ഒഴിവാക്കി ഇവിടെ ഒരു കുഴി വേണം. നമുക്കിവിടെ കുഴി വേണം. എന്നിട്ട് അടിയിലോട്ട് പോണം. നമുക്ക് ഇതുപോലെ അത് സൗകര്യം ഉണ്ടാക്കാം. അടിയിലോട്ട് പണി ജീവി. തൽക്കാലത്തേക്ക് ഉണ്ടല്ലോ നൂബിയുടെ ആ കക്കൂസുമായി. അത് ശരിയാ. ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതി. ഇരുന്നേ നോക്കട്ടെ. കറക്റ്റ് ആണോ നോക്കട്ടെ. ഇരുന്നിരുന്നു. കറക്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടി. ആശാരി അങ്ങോട്ടൊരു വഴി വെക്കണം നമുക്ക്. അത് സൗകര്യം പോലെ നമുക്ക് ചെയ്യാം. വേണ്ട ഇപ്പൊ തന്നെ വെക്കാം. പിന്നല്ലാണ്ട് ആശാരി ഇവിടെ ഇപ്പൊ വേണമെങ്കിൽ ഇത് വെച്ചൊന്ന് അടച്ചു വെച്ചേക്കണോ. ചാടി പോതിരിക്കാ. ഇതെന്താ കാണിക്കണേ. ചോദിച്ചിട്ടുണ്ട്. ആശാരി രണ്ടായതുകൊണ്ടേ പ്രശ്നമുണ്ട് കേട്ടോ. അയ്യോ മരിച്ചേ. ഇത് പ്രശ്നം തോന്നുന്നുണ്ടാ. പ്രശ്നാണ്. വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പെട്ടെന്ന് പൊന്തി തരാൻ പറ്റില്ല. അയ്യോ എന്റെ തീറ്റ തീർന്നു. എനിക്ക് എന്തെങ്കിലും അറിയാൻ തന്നെ. വില്ലേജേഴ്സിന്റെ അടുത്ത് തിന്നെ. തൽക്കാലം ഇവിടെ ഒരു ബെഡ്. ഇതെന്താ ബെഡ് ഇങ്ങനെ. അടിപൊളി. ജീവി ഇത് ലെവിറ്റേറ്റിംഗ് വീട് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടും. എല്ലാ സാധനവും ലെവിറ്റേറ്റ് ചെയ്ത് നിൽക്കും. ഇത് പ്രത്യേകമായിട്ടുള്ള ശാസ്ത്രീയ വിദ്യ ഉപയോഗിച്ച് പറഞ്ഞ വീടാണ്. ആയിട്ട് പുതിയൊരു ശാസ്ത്രവിദ്യയാണ് ആശാരിമാരുടെ ഇടയിൽ വന്നത്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇരിക്കണത്. കണ്ടോ, വേറെ എവിടെ നിങ്ങൾക്ക് ഈ വീട് കാണില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. ജീവി ആശാരി അങ്ങ് ഉണർന്നു. ജീവിയുടെ ഉള്ളിൽ ആശാരി ഉണ്ടായിരുന്നു. എല്ലു വെച്ച ഞാനാ. അല്ല ജീവി ആശാരി ഉണർന്നുണ്ടായിരുന്നു. ആശാരി നമ്മൾ പിരിച്ചുവിട്ടു. പഴയ ആശാരിനെ. പഴയ ആശാരി ഉറങ്ങി. പുതിയ ആശാരി എണീറ്റു. ആൾക്കാർക്ക് അവസരം കൊടുക്കണ്ടല്ലോ. അവിടെ ആരാ മുങ്ങിച്ചാവത്തോട്ടല്ലോ. ചെറുതായിട്ട് ഒരാശാരിയാവാൻ പോയതാ. ഏതാ ലെവല്. ജീവി ആശാരി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞങ്ങള് ഹെൽപ്പ് ചെയ്യാം. ഇതേപോലെ എന്നാ താഴെ കുറച്ചതാ. സ്ട്രിപ്പിടല്ലേ വെക്കണ്ടേ. ഇനി എന്താ ചെയ്യണ്ടേ? മുകളിലേക്ക് ഫുള്ള് മൂടണോ? മൂടുന്നാണോ റൂഫ് വെക്കണോ? അതാണ് ഞാൻ. റൂഫ് വെക്കണേ. റൂഫ് വെക്കാൻ എന്തൊരു ഭംഗി ഉണ്ടാവും അല്ലേ. അവരുടെ വീട് പോലത്തെ റൂഫ് പോരെ സെറ്റ് ആയിരിക്കും. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് അടിയിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? റൂം അടിയിലേക്ക് പണിയാൻ പറ്റുമോ? വെള്ളം കയറാത്ത രീതി അണ്ടർ വാട്ടർ സീക്രട്ട് വീടാക്കാം നമ്മുടെ. ഏത് കോണും കൂടി? എന്നിട്ട് മറിക്കും. ഇങ്ങനെയാണോ? ഇവിടെ അല്ലേ? അടിയിലത്തെ പൊട്ടിച്ചിട്ട് വെക്കാനാ. ഇതില് തിരിഞ്ഞ ആംഗിളൊക്കെ ഉണ്ടാ. ഷിഫ്റ്റ് ആക്കിയിട്ട് വെക്കണം. അങ്ങനെയാണോ? ഇങ്ങനെയാ. അതേപോലെ ഇവിടെ പൊട്ടിച്ചു. ഇവിടെ ഈ സൈഡ് ജീവിയാശാരി കുറെ പണിതുണ്ടല്ലോ. അതെ മനസ്സിലായില്ല. പക്ഷെ ഒരെണ്ണം ഉള്ളൂ എന്റെ കയ്യില് കഴിഞ്ഞത്. അതെങ്ങനെയാണ് തേച്ചെടുക്കണേ? അത് മരം തറയിൽ വെച്ചിട്ട് ആക്സ് കൊണ്ട് അടിച്ചാൽ മതി. ആക്സിന്റെ ആക്സ് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റൂ? ഓ അങ്ങനെ ചെയ്യണേ. ഇവിടെ ചുമ്മാ മരം വെച്ചിട്ടാ? മരം തറയിൽ വെച്ചിട്ട് നീ ഇപ്പൊ മരം പിടിച്ചിരിക്കുന്ന. ഓ ശരി. മറ്റേ ഇതൊക്കെ പോലെ അല്ലേ? മറ്റേ ചെടി നടാൻ വേണ്ടി മറ്റേത് വെച്ചിട്ട് ഇതാക്കണ പോലെ അല്ലേ? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്നാ പിന്നെ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൂടെ ആക്സ് കൊണ്ട് ചെയ്താൽ പോരായിരുന്നില്ലേ? വെച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഇത് വേറെ പ്ലാങ്ക്. ഇതല്ല പ്ലാങ്ക് അല്ല ചെയ്യുക.
ഫുഡ് പ്ലാങ്ക് അല്ല നൂബി മറ്റേത്. ശരി ഇത് വേറെ കളറാ. സെറ്റപ്പ് തന്നെ പറഞ്ഞ പോലെ തന്നെ. ജീവിയേട്ടൻ എന്തുട്ട സെറ്റപ്പ്. ജീവിയേട്ടൻ ഒരു സെറ്റപ്പ് തന്നെടേ. ആശാൻ ആനന്ദശീലൻ. ആശാൻ ആനന്ദശീലൻ. ജീവിക്ക് പറ്റിയൊരു പാട്ടുണ്ട് പണ്ട് ഞാൻ പറയാറുള്ളത്. ആശാൻ ആനന്ദശീലൻ, ചറവറ വലിയൻ, ബുദ്ധിമാൻ, മന്ദബുദ്ധി. ഇതിന്റെ റൂഫ് നമുക്ക് വയ്ക്കണം. അതെ 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 ശരി, യു ആർ റൈറ്റ്. എന്റെ ഏത് ഷെയറാണ് വേണ്ടേ? ആ കളറാണോ? നമ്മുടെ അക്കാസിയാണ്. വേറെ ലെവലില് ഒരു കേൾക്കുമ്പോ തന്നെ ഒരു സെറ്റപ്പ് പോലെ. ഞാൻ ഒരു കാര്യം വേട്ടെ, ഞാൻ പോയിട്ട് അവരെ ഷെയർ പൊളിച്ചെടുത്തിട്ട് വരാം. അതാണ് ഇപ്പൊ പണി. ഇവര് ആ മതി 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 മതി. ആ ജിബിയുടെ ഐഡിയ എനിക്ക് ഇപ്പഴാ മനസ്സിലായേ. ജിബി ഇവരെ വീട് നോക്കിട്ടാണ് കോപ്പി അടിക്കണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ചത് എവിടെ നീ ബുദ്ധി സെറ്റപ്പ് ഒക്കെ ജീവിക്ക് വന്നേന്ന്. കണ്ടാ ഇവരെ വീടിന്റെ ഷേപ്പല്ലേ നമ്മുടെ വീടിന്. കറക്റ്റ്. ഇത് കണ്ടാ അവരുടെ വീടിന്റെ അതേ ഷേപ്പ് ലാശ് വന്നപ്പോ ഞാനത് വിചാരിക്കുന്നത് എവിടെ കണ്ടിണ്ടല്ലോ എന്ന്. സെയിം സെറ്റപ്പ്. പണ്ട് നമ്മൾ എന്തൊക്കെ സെറ്റപ്പ് പറഞ്ഞെന്നാ അവിടുത്തെ തന്നെ സാധനം പോയി. എന്തൊരു സൗണ്ട്, ആരോ വയറിളകിയ പോലെ. അല്ലല്ലല്ല ഞാൻ പറഞ്ഞത് അല്ലല്ലല്ല, ഇത് മറ്റേത് ആശാൻ ആനന്ദശീലൻ. ഇതെന്താ ഇത് പറ്റല്ലേ വെക്കാൻ? വെച്ച മിസ്റ്റേക്ക് ആയതാ, കുഴപ്പമില്ല. റൂഫ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ ജീറ്റി വേറെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെയല്ലേ? വയറിളക്കം വയറിളക്കം വയറിളക്ക ജീവി വന്ന്. വയറിളക്ക ജീവി. എടാ ജീവി ഇതെന്ത് ഇവിടെ വന്നിട്ട് സ്റ്റെപ്പ് വെക്കാൻ പറ്റാതെ? ഇവിടെ സ്റ്റെപ്പ് എന്റെ. ആ ഇവിടെ ഒരു കട്ട വേണല്ലോ ജീവി. വേണ്ടേ? ആ ശരിയുടെ ഇത് പ്ലാൻ തെറ്റിയില്ല. ഇവിടെ ഒരു കട്ട വേണല്ലോ. വേണ്ടല്ലേ? ഇനി എന്താ ശരി നമ്മുടെ ഈ വീട്ടിലേക്ക് എത്തണമെങ്കിൽ നമ്മള് കുറച്ച് പാർക്കൂർ പഠിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വീട് കണ്ടെത്താൻ ബുദ്ധിമുട്ടാ. ആശാൻ ഞാൻ പറഞ്ഞുതരാം, ഒന്നും കൊണ്ടും പേടിക്കണ്ട. ആ അവരങ്ങ് കോപ്പി അടിച്ചു എന്നൊക്കെ പറഞ്ഞേക്കാ. അവരെ വീട് നോക്കിട്ട് ഞാൻ ഇപ്പൊ വരാം. അവരെ വീട്ടില് എന്തുട്ടാ കോപ്പി അടിക്കാനുള്ള? അവരെ വീട് തന്നെ മൊത്തം കോപ്പി അടിക്കണല്ലോ. അവരെ വീടായിരുന്നു നമ്മുടെ ആശാന്റെ കോപ്പി അടിക്കാനുള്ളത്. വീട് പണി തീർന്നില്ലേ? ഇതെന്തൊക്കെ അതാ? ആശാനൊരു ആശാൻ തന്നെ. ആശാനെ ആശാൻ പറ ഞങ്ങൾ ചെയ്തോളാം. ഏതാ ലെവൽ ആശാനെ? ഇത് മൂടണല്ലേ? ആശാൻ പണി തുടങ്ങി. മച്ചാനെ ആശാൻ പണി തുടങ്ങിയിരിക്കണു. ഇനി എങ്ങനെ ആശാനെ ഇവിടെ മൂടണ്ടേ? ഇവിടെ വരെ എത്തിക്കണ്ടല്ലേ? എന്നിട്ട് ഇതിന്റെ ഇവിടുന്ന് തുടങ്ങണല്ലേ? ഇങ്ങനെ ആശാനെ കണ്ട് ഞാനും പഠിച്ചു. ഏതാ ഓ ലെവൽ. ആശാനെ കണ്ട് പഠിച്ചിരിക്കണു. ജീവി ആശാനെ പഠിച്ചു. ദേ ജീവി ആശാൻ ഇവിടെ ഒരെണ്ണം കൂടി വേണല്ലോ. ഒരു കുഴിയായില്ല ഇവിടെ. ജീവി ആശാൻ അവിടെ അങ്ങനെ പണിതേക്കണേ. ജീവി ആശാൻ പണിത പോലെ പണിത നമ്മള്. ജീവിയേട്ടൻ പറയും നമ്മള് കേക്കും. അല്ലേ നൂബിയേട്ടാ? അവിടെയും കൊടുത്തൊരു ഏട്ടൻ. ജീവിയേട്ടൻ പറയണേന് അപ്പുറത്തില്ല. ഓ വീട്, അമ്പലം വീട്. അകത്തൊരു വിഗ്രഹം കൂടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അമ്പലമായി. ജീവിയേട്ടൻ ബാക്കിൽ കുറച്ച് സെറ്റ്. ജീവിയേട്ടൻ വീട് കണ്ട എന്താ ഐശ്വര്യം? ഐശ്വര്യമുള്ള വീട്. ഇതാണ് സവാന മുത്തപ്പന്റെ അമ്പലം.
GPS നമുക്കേ അണ്ടർഗ്രൗണ്ട് പ്ലാൻ ചെയ്താലോ? വീടിന്റെ അടിയിലോട്ട് ഇറങ്ങി പോയിട്ട് ഒരു സ്ഥലം ഏത് ഇവിടെ ഈ അറ്റത്ത് കൂടെ പോണു നമ്മള്. അവിടെയാണോ? അവിടെ കൊടുക്കണം, നടുക്ക് കൊടുത്താ പോരെ? നടുക്ക് എന്നിട്ട് നമുക്ക് അടിയിലേക്ക് ഇറങ്ങി പോവാൻ പറ്റണം. എന്നിട്ട് അടിയിലേക്ക് പ്ലാങ്ക് വെച്ച് പൊക്കോ. ആദ്യം കുറച്ച് പ്ലാങ്ക് ഇവിടുന്ന് വെക്കണം. കല്ലാണോ വെക്കാൻ പോണേ? കല്ല് കുഴപ്പമില്ല അല്ലേ? ചുറ്റും കല്ല് വേണോ അതോ പ്ലാങ്ക് മതിയാ? എങ്ങനെയാലും കൊടുത്താൽ മതി. പിന്നീട് ഏതാന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കൊടുത്തു. ബാക്കി നമുക്ക് പിന്നെ സെറ്റ് ആക്കാന്ന്. ഏത് ലെവല്? വെള്ളം പറ്റിക്കണം. ഓ ചാവാറായി. വെള്ളം കുടിച്ച് ചാവാറായി. കുറച്ച് സാൻഡ് എടുത്തോണ്ട് വരാം ആദ്യമേ. ആ ഗ്ലാസിന് സെറ്റപ്പ്. ആശാന്റെ ബുദ്ധി കണ്ടാ. അങ്ങനെയല്ല, ചുമ്മാ അവിടെ ഒരു ഇത് എനിക്ക് ഇങ്ങനെ കേറാൻ പറ്റണ്ടല്ലോ. ഇത് മുങ്ങി മരിച്ചിട്ട് വേണം തിരിച്ചു കേറാൻ തോന്നുന്നു. അതാണ് ഈ വീടിന്റെ സെറ്റപ്പ്. ജീവി നമുക്ക് മറ്റേതൊക്കെ ചെയ്യാൻ പറ്റുമോ? അതിന് വേറെ പണി ഉണ്ടെന്ന് തോന്നൂലേ. മറ്റേ തന്നടിയിലേക്ക് പോണ സെറ്റപ്പ് ഒക്കെ ഇല്ലേ? അത് വിഷയട്ടാ. സാൻഡ് ഇട്ട് പൊക്കി കഴിഞ്ഞാൽ വെള്ളം പറ്റൂ. സയൻസ് ടെക്നോളജി ആണ് നൂബി. സയൻസ് ആണിത്. ലെവല് ബ്ലോക്കിന് വെക്കണം. ഇനി ബ്ലോക്ക് വെക്കണം. വെള്ളം മൊത്തം പറ്റിക്കണം. അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിട്ട് വന്നാ പോരെ. എനിക്ക് ശ്വാസം കിട്ടണ്ട. അതിന് മുന്നേ ചുറ്റാക ബ്ലോക്കുകൾ വെക്കണം നൂബി. അല്ലെങ്കിൽ മതി. നമുക്ക് സാൻഡ് മൂടി പോണത്രേ ഉള്ളൂ. സെറ്റപ്പ് കണ്ട. ടെക്നോളജി കണ്ട. ടെക്നോളജിയാ സെറ്റാക്കി ടെക്നോളജി. ഷവലൊന്നും ഉണ്ടാക്കിയില്ലേ? കറക്റ്റാ ടെക്നോളജിയാ. ഷവല് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മാറ് ഇനി വേണം ലാഡർ? വേണ്ട, മതി. ഇതെവിടെ ലാഡർ? ലാഡർ നിങ്ങളുടെ കൈ കിട്ടിയതിന് താഴ്ത്തിട്ട് ലാഡർ ഇനി വേണോ? വേണ്ട. ഞാൻ ഇതൊന്ന് വെച്ചോട്ടെ. അയ്യോ ഇതെന്താ? സെയിം ലാഡർ തന്നെ എന്റെ കയ്യിലുണ്ടല്ലോ ജീവി. അപ്പൊ താഴോട്ടിട്ട് എന്റെ കയ്യിൽ കയറിയില്ല. ലാഡർ മഴ. ചുറ്റും ലാഡർ ആരെയില്ല ലാഡർ. എന്റെ കയ്യിലല്ലോ. അയ്യോ കൊല്ലല്ലേ. ഇല്ല കേറിക്കോ. ലാഡർ എവിടെ? എന്റെ അവിടെ അടക്കണ്ടേ വെള്ളം? അതടയ്ക്കാം. നീ ആദ്യമേ ഇവിടുന്ന് മാറ്. എങ്ങടെ മാറണ്ടേ? ബ്ലോക്ക് പൊട്ടിച്ച് വെളിയിലോട്ട് പോ. കേറി ചെയ്ത്. എന്റെ അമ്മ ഇത് എന്തരടെ ഇവിടെ മൊത്തം ബ്ലോക്ക് ചത്ത്. ബ്ലോക്ക് വെക്കണ. ബ്ലോക്ക് വെച്ചോ. മതി. ഒരു ഐഡിയ പറഞ്ഞാ. കുറച്ച് സാൻഡ് എടുത്ത് മുകളിൽ ലാഡർ മോളിൽ വച്ചേക്കുന്നോണ്ട് ഞാൻ ചാവൂല. കത്തുന്നത് നെഞ്ചിൽ പടരാം. ലെവല് കണ്ട. ഇനി നമുക്ക് ചെയ്യ അണ്ടർഗ്രൗണ്ടിലൊരു റൂം. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ റൂമിന് ജനല. അതടുത്തൊരു ലക്ഷ്യം. ലെവല് കണ്ട. അണ്ടർഗ്രൗണ്ടില് റൂമും അടിയിലൊരു ഇതും. അതാണ് അത് നമ്മുടെ അമ്പലം. പിന്നെയാണ് റൂം പോണേ. അയ്യോ എല്ലാരും കൂടെ ഒരുമിച്ച് അങ്ങോട്ടാ. എനിക്കൊന്ന് കാണാൻ പറ്റല്ല. പോ കേറിപ്പോ. ഞാൻ റൂം ഉണ്ടാക്കട്ടെ. പോ റൂം ഉണ്ടാക്കോ. സ്പേസ് തുറന്ന് വന്നേക്ക കടവാവല്. മറന്നിട്ടില്ല. അതാണ് പഠിപ്പിച്ചു കൊടുത്ത അതേപോലെ തന്നെ പണിയുണ്ട് വീട്. ഒരു മെക്കാണെങ്കിലും കറക്റ്റ് ആയിട്ട് അറിയാലോ പണി. എന്താ ഈ വീട് പണി കഴിഞ്ഞാ? വുഡ് വേണ്ടി വരില്ലോ നമുക്ക് അല്ലേ? എവിടെ ആശാൻ. പക്ഷെ നമുക്ക് ഇവിടെ വീട് മാത്രം പോരാ. വെള്ളത്തിന്റെ പുറത്ത് കാണണം. എന്നിട്ട് മീനൊക്കെ പോണ കാണണം. അതിന് നമുക്ക് ജനല് വേണം. അല്ല ജനല് പൊട്ടിക്കാണ്ട് അല്ലെ പൊട്ടിച്ച് ജനല് വെക്കാൻ പറ്റില്ല അല്ലേ? പോരാ. അല്ല മഴ പെയ്തിട്ട് ഇതേ വീടിന്റെ ഉള്ളിൽ ചോർന്നിരിക്കണു.
അത് ശരി. നല്ല ഫുള്ള് വെച്ചിട്ടില്ലേ? ഇല്ല, മഴ പെയ്തിട്ട് മൊത്തം വെള്ളം. ആരായിരുന്നത്? താനല്ല ശരി. ഞാനേതാ ശരി, എനിക്കൊന്നറിയാൻ പാടില്ല. അപ്പൊ താഴെ മൊത്തം വെള്ളം അറിയൂട്ടോ. ഇവനെ കൊണ്ട് ഒരു പണി എപ്പിച്ചു കഴിഞ്ഞാ പണി ചെയ്യൂല. ശരി എന്താ ശരി പറയണ. മാത്രം അറിയാം. എന്നിട്ട് അമ്പലം ഉണ്ടാക്കി വെച്ചേക്കുന്നു. ശരിക്ക് വീടും അറിയില്ല, കിണ്ടി അറിയില്ല. എന്തത് ഞാൻ പ്ലാങ്ങും കൊണ്ട് വന്നേക്കണു അടയ്ക്കാൻ വേണ്ടി. ഇവിടെ സ്പോൺ പോയിന്റ് അങ്ങനെ വെക്കണേ ഇനി. വെച്ചോ, എല്ലാവരും വെച്ചോട്ടെ, ഇല്ലേ പിന്നെ പണിയാ. നമുക്ക് ഈ വഴിയില് നമുക്ക് എന്തേലും വേണ്ടേ? വഴിയിലല്ലേ കംപ്ലീറ്റ് ഗ്ലാസ് ആക്കാൻ ചീറ്റി. ഇതെങ്ങനെയാ വഴി മൊത്തം ഗ്ലാസ്സാ? നമ്മൾ ഇറങ്ങി പോകുന്ന വഴിയില്ലേ? പക്ഷെ ഞാൻ പറയണ റൂം ഗ്ലാസ് ആക്കണടേ, അതാണ് കിടില്. പറ്റൂ? ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടോ? എന്ത് സെറ്റപ്പ്? ഇതിനകത്ത് ഇങ്ങനെ ഒരു ഷെൽഫ് ഉണ്ടാക്കിട്ട് നമുക്ക് സാധനങ്ങൾ അതിനകത്ത് വെച്ച് കൊടുക്കാൻ പറ്റും. അതറിയില്ല, ഇത് പറ്റും. ഇല്ല, ഇതിപ്പോഴാ വന്നേ. അല്ലല്ല ഉണ്ടായി. അപ്പൊ ഗ്ലാസ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ നിങ്ങൾക്ക്? സാൻഡ് വെച്ച് എന്താണ് നോവേ? അത് നമുക്ക് അവിടെ ആ പെട്ടിയൊക്കെ തീർന്നെന്ന് തോന്നുന്നുണ്ട്. ഇത്രയും കിടക്കാൻ നേരത്ത് സാൻഡ് ഇടാന്ന് നീ അടി പോയി എന്തിനാ മാന്തുന്നേ പ്രാന്തൻ? അതുണ്ടാക്കണം. നമുക്ക് കുറച്ച് അധികം വേണ്ടി വരുമെന്ന് തോന്നുന്നു കേട്ടാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഒരെണ്ണം ഒരു സാൻഡീന്ന് ഒരെണ്ണം. അതൊക്കെ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളു നോവി. അതെ, എന്റെ പണിയായതും ചെറുതായിട്ട് പൊട്ടിപ്പോയി. കൈ വെച്ച് ഇടിച്ചു കഴിഞ്ഞാൽ കൈ മുറിയോന്ന് അമ്മ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പറ്റൂല. ഞാനേ മറ്റേ സാധനം ഉണ്ടാക്കി വരട്ടെ. അല്ല, നമുക്ക് ഫർണസ് ഉണ്ടാക്കണ്ടേ? മറ്റേ അത് വേണ്ട, സ്റ്റാൻഡ് സ്റ്റോൺ വേണ്ട. അത് വേണമെങ്കിൽ എടുത്തിട്ട് നൂബിക്ക് വീട് പണിഞ്ഞു കൊടുക്ക്. മണൽ കൊട്ടാരം. മറ്റേ കടലിന്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് മണൽ വെച്ചിട്ട് കൊട്ടാരം ഉണ്ടാക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഒടുക്കത്തെ കൂടായ്മ. ഒരു പണി എടുക്കുകയില്ല. അടിപൊളി നല്ല കിടില സാധനം. അതുകൊണ്ട് ഇപ്പൊ നല്ല വീട് പരിക്കിനടിച്ച് വേണ്ടി നമുക്ക് പണിയാട്ടാ. അങ്ങോട്ട് പണി എടുക്കുന്നൂബേ. മറ്റേ തിരുമേനി ദുബായിൽ എന്താ പണി? ഷെയ്ക്കായിരുന്നു. മിൽക്ക് ഷേക്ക്. മണലെടുത്ത് ചട്ടിയിലിട്ടിട്ടൊരു ഷെയ്ക്ക്. ചട്ടി എടുത്തിട്ടൊരു ഷെയ്ക്ക്. ഓക്കെ. വേറൊരു കാര്യം, നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് കോളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതായത് ഇപ്പൊ ഉള്ള സാധനം ഇല്ലല്ലോ. അപ്പോഴേ നമുക്ക് 2 രീതിയിൽ, ടോട്ടല് 3 രീതിയിൽ നമുക്ക് ഈ ഫ്യൂൽ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. 2 നിങ്ങൾക്കറിയാം. ഈ സാധനം ഇല്ലേ, എന്റെ ഇരിക്കുന്ന ഈ ഇല, ഇതിനെ ഫ്യൂൽ ആക്കാൻ പറ്റും നമുക്ക് കേട്ടോ. ഇതിനെ ഫ്യൂലും ആക്കാം, ഫുഡും ആക്കാൻ പറ്റും. കെൽപ്പ്. ഇതിനെ കത്തിക്കണം. കെൽപ്പ്. നൂബി ദാണ്ടെ ഇപ്പൊ ഞാൻ ഈ കെൽപ്പിനെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നോക്ക്, സാൻഡ് കത്തിക്കാൻ ഒന്നും ഇല്ലാത്തോണ്ടാണ് ഇത് തന്നെ ജീവി. ഇത് കത്തിക്കാൻ വേറെ ഇപ്പൊ ഈ ഒരു കോളിലങ്ങ് വെച്ചാൽ ഈ ഡ്രൈഡ് കെൽപ്പായില്ലേ, ഇതിനെ എടുത്തുവാണെങ്കിൽ നൂബിക്ക് ഇപ്പൊ തിന്നാം, ഫുഡിന് വരാം. ആൻഡ് ഓൾസോ ഇതിന്ന് എക്സ്പീം കിട്ടും. അല്ലടാ, ഈ കെൽപ്പില്ലേ, ഈ കെൽപ്പിനെ നമുക്ക് ഇതിനെ ബ്ലോക്ക് ആക്കാൻ പറ്റും. കെൽപ്പ് ബ്ലോക്ക് ആക്കാൻ പറ്റും. അപ്പോഴത്തേക്കും നമുക്ക് അതിനെ ഫ്യൂൽ ആക്കാൻ പറ്റും. ഇലയെല്ലാം കൂടെ എടുത്തിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. ഈ കോള് പോലെയാണ്. എടാ കോളിന്റെ അത് അത്രേ ഉള്ളൂ. പോയി കിടന്നുറങ്ങ്. അതേ ചോദ്യമൊന്നുമില്ല. എടാ അതിന് ഇതുണ്ടാ, ടൈമുണ്ട്. കോള് നമുക്ക് മൈനിങ് പോയേ പറ്റുള്ളൂ. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. മരം വെട്ടാൻ നേരത്തെ ഫുള്ളായിട്ട് വെട്ടണം കേട്ടോ.
ആ പണി ഏറ്റെടുക്കുകയാണെങ്കിൽ മൊത്തത്തില് എന്നിട്ട് തൂഫാനാക്കല് ജീവിതം. കഴിഞ്ഞ ദിവസം ഈ മരം വെട്ടിട്ടേ പകുതി മരത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാ പറഞ്ഞേ. അത് തെറാപ്പിയുടെ അടുത്തല്ലായിരിക്കാം. തെറാപ്പിയുടെ അടുത്ത് ശരിയല്ല. കണ്ട ആശ പറഞ്ഞ് അത്രേ ഉള്ളൂ. ആശാൻ മെയിൻ അല്ലേ? ആശാൻ ആനന്ദശീലൻ. പാട്ട് പഠിക്ക്. ചിലപ്പോ താണ്ട ഈ തോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ കിട്ടും. തോട്ടിലല്ല, ഈ കായലിൽ ഇറങ്ങി കഴിഞ്ഞാൽ കിട്ടും. കടലിൽ ഇറങ്ങി കഴിഞ്ഞാൽ കിട്ടും. എവിടെയെങ്കിലും ഒന്ന് ഇറക്കി. അത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പൊ അതിലൊന്നും കാണിക്കണില്ലേ? ജിറ്റി അതിന്റെ ടൈം കണ്ടാ? ആ ഫ്ലെയിം നിക്കുന്ന കണ്ടാ? എടാ ആ ഫ്ലെയിം കണ്ടാ? നല്ല സ്ലോ ആയിട്ട്. ആ അതാണ് ടൈം. അത് കൊള്ളാട്ടാ. ആ അതാണ് ടൈം. കളറൊന്നും വേണ്ടല്ലോ, നമുക്ക് ചുമ്മാ പ്ലെയിൻ ആയിട്ട് അങ്ങ് ഉണ്ടാക്കിയാ പോരെ. പിന്നെ വേറൊരു കാര്യണ്ടേ, ഗ്ലാസ് വയ്ക്കാൻ നേരത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ വെക്കണം. നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് സാധനങ്ങളൊന്നും ഇല്ല. ആ ഒരേ ഗ്ലാസിനും പൈസയാണ്. ജിവി, എനിക്കൊരു ഐഡിയ തോന്നിയതാ. നമുക്ക് ഗ്ലാസ് ആദ്യം ഇടണേക്കാൻ മുന്നേ അവിടെ മൊത്തം ഒരു ബോർഡർ വെക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ ആദ്യം റൂം ഉണ്ടാക്കുക വലുത്. എന്നിട്ട് അതിന്റെ ചുറ്റും ഗ്ലാസ് വെക്കുക. എന്നിട്ട് റൂമിന്റെ ഉള്ളിൽ നിന്ന് ആ കല്ല് പൊട്ടിച്ച് കളയുക. ആ അത് വേണ്ട ജീറ്റി, പിന്നെ അതിന്റെ കുഴപ്പമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അല്ലാണ്ട് ഇങ്ങനെ നമുക്ക് അടിയിൽ ഇറങ്ങിയിട്ട് അല്ല അതെന്തായാലും നമുക്ക് വെള്ളം പറ്റിച്ചേ പറ്റുള്ളൂ. ഇപ്പം വെള്ളത്തിന് അടിയിലല്ലേ നമ്മൾ ഉണ്ടാക്കാം. കടല് പൂശി ഇവരെ കൊണ്ട് എടാ കടലല്ല, നമ്മളിപ്പോ അടിയിൽ ഇറങ്ങാൻ നേരത്തെ അതെത്തിരി കൂടുതലാണ്. അതെത്തിരി കൂടുതലാ. എടാ കടലല്ലോടോ. എടോ നമുക്ക് അടിയിലിപ്പോ നീ ഇപ്പൊ അത് തന്നെ. എന്റെ ദൈവമേ, നമ്മള് അടിയിലോട്ട് ഇറങ്ങാൻ നേരത്തുണ്ടല്ലോ സാപ്പാടിന് റെഡിയാക്കണം നൂബി, അല്ലാതെ പറ്റൂല. പ്ലാവിനെയും മാവിനെയോ ഇതേപോലെ ഗ്ലാസ് വെക്കാനല്ലേ പറഞ്ഞേ? ബക്കറ്റ് വെച്ച് കോരി കളയാനൊന്നും പറ്റൂല. സാൻഡിട്ട് നികത്തണം. ആ അതിപ്പോ നീ എങ്ങനെ ചെയ്താലും അത് സാൻഡിട്ട് വളയ്ക്കാനേ പറ്റുള്ളൂ. എനിക്ക് മരം വെട്ടാൻ ഒരു കോടാലി വേണം. മറ്റേ സാധനം ഉണ്ടോ? അതാ ഇവിടെ ബ്രെയിൻ ഡോട്ടിന് പോണ്ട്. ബ്രെയിൻ ഡോട്ടോ കോപ്പറിങ്കട്ട് ഈശ്വരാ നല്ലോണം ഇരുന്ന് ഞാനാ രണ്ടോ മരം കൂടി ഞാൻ ബ്രെയിൻ ഡോട്ടായി. അത് ശരി, ജീവി ബ്രെയിൻ ഡോട്ടായിട്ടാ പോയി വില പോയി. മൈൻക്രാഫ്റ്റിന് പറയണതാ ബ്രെയിൻ ഡോട്ട് എന്നൊക്കെ. വില പോയില്ലേ. ഇവിടുന്ന് 1 2 3 ഇങ്ങട്ട് ഇങ്ങട്ടിനാണ് ബ്രെയിൻ ഡോട്ട്. ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ ഈ വീട്ടിനടിയിലുണ്ടല്ലോ പൊട്ടിക്കാനായിട്ട് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. കിട്ടിയേ ആ ഒരു ചെടി മൊത്തം നശിപ്പിച്ചിട്ട് എന്താ അതെ പൊങ്ങി വരും ഇഷ്ടം. ഇതാണ് 18 എണ്ണം. 18 കേട്ടോ അതൊക്കെ. അടുത്ത ദിവസം രാത്രി എത്ര ദിവസല്ലേ ഡേകൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഒന്നും ആയില്ല, ഞാനവിടെ വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ശ്വാസം കിട്ടുന്നില്ല, വെള്ളം കുടിച്ച് മരിക്കുന്നുണ്ട് ഞാൻ. എന്റെ ഈ വേൾഡിലെ മരണ റെക്കോർഡ് ഞാൻ കൂടുതലാക്കുന്ന തോന്നുന്നു. ചാവുന്ന ടൈമില് നേരെ നമ്മൾ അങ്ങോട്ട് കയറിയാ മതി. അയ്യോ
ഇവിടെ ആരാണ് അടച്ച സാൻഡ് വെച്ച് വഴിയേതാ ഈ അലവലാതെ ഈറ്റി. ഓക്കെ അതെ ഞാൻ ബെഡ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് ആ ബെഡ് പോയി. അയ്യോ ഇതിപ്പോ ഞാനെവിടെയാ നിങ്ങളെവിടെയാ? ഞാൻ അതിനാണ് പൊട്ടിച്ച ബെഡ്. ഞാൻ താഴെ കൊണ്ടുവയ്ക്കാൻ പൊട്ടിച്ചതാ. കറക്റ്റ് രൂപയുടെ ബെഡ് എന്നെ പൊട്ടിച്ച. ജീവനെ ചതിച്ച് നൂബി അപ്പൊ അവിടുന്ന് ഒരു കണ്ടന്റ് ആയിക്കോട്ടെ. അവിടുന്ന് ഇവിടം വരെ വന്ന് വരുന്നത് നിങ്ങളൊന്ന് വണ്ടി വണ്ടിയാ. നൂബി ഏതോ മറ്റേത് ഡൂബി ഇങ്ങനെയൊക്കെയല്ലേ നമ്മള് കോർഡിനേറ്റ്സ് നോക്കി പഠിക്കുന്നത്. ഞാൻ കോർഡിനേറ്റ്സ് പറഞ്ഞുതരാം, അതിലോട്ട് കറക്റ്റ് വാ. കോർഡിനേറ്റ് പറഞ്ഞുതരാം. കോർഡിനേറ്റ് പറഞ്ഞുതരാം. നൂബി F3 ഓണാക്കിയേ. F3 ഓണാക്കി. പടവെട്ടി വന്നതാ. റീസ്പോണ്ട് കൊണ്ടുപോയി. അടിയിൽ പോയി. അടിയിൽ ഏറ്റവും അടി പോ. ഏറ്റവും അടിയില് നബി. അല്ല ഞാൻ അത് എളുപ്പം വരാനായിട്ട് വെച്ചതാ. താഴെ പോ. ഈ മണലൊക്കെ നമുക്ക് ഇനി വെട്ടണ്ടേ ജിബി? ആ അതിന് എളുപ്പവഴിയുണ്ട്, അത് പറയാ. വിശന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, കോളൊന്നൊന്നുമില്ല. നൂബി ഇനിയില്ലല്ലോ, ഇന്ന് മുകളിലേക്ക് പോവാൻ വഴിയില്ലേ? വെള്ളം കയറിയ സ്പോഞ്ച് എടുക്കാനായിട്ട് ഇതിനകത്ത് ഒരു മോബ് ഉണ്ട്, ഒരു വലിയ മോബ്. അതിനെ ഓഷ്യൻ മോണുമെന്റിൽ പോയി നമ്മൾ കൊല്ലണം. അപ്പൊ അവിടെ സ്പോഞ്ച് കിട്ടും. അതാ നമ്മളിപ്പൊ ഈ വെള്ളത്തിൽ തന്നെ ചുമ്മാ ചത്തോണ്ടിരിക്കുകയല്ലേ. അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴേ ചാവും. അതുകൊണ്ട് ഇപ്പോഴേ അങ്ങോട്ട് പോകാത്ത. അയ്യോ വയ്യടേ, അയ്യോ. വിശക്കാനോ? എങ്ങനെ കൂടെ ചത്തോണ്ടിരിക്കാമോ? നമ്മള് പുതിയതായിട്ട് ജനിച്ചവരല്ലേ. ഇവിടെ ഇപ്പൊ ഇവിടത്തെ വെള്ളം പറ്റി. ആ അവിടെ എല്ലാം കംപ്ലീറ്റ് പറ്റി. കംപ്ലീറ്റ് ആയി. വാ 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 ഇരി. നമ്മളെ കയ്യില് ടോർച്ച് എടുക്ക. ടോർച്ച് എടുത്തിട്ട് അടിയിലത്തെ സാൻഡ് പൊട്ടിക്കണം. പൊട്ടിച്ചിട്ട് ഇവിടെ അങ്ങ് വെച്ചു കൊടുക്ക. കണ്ട ഇങ്ങനെ പൊട്ടിച്ച് വെക്കണം. ലിവർ ആയിരിക്കൂല, അത് ടോർച്ച് ആയിരിക്കും. നോക്ക്. ടോർച്ച് എന്ത് ചെയ്യപ്പോഴും ഒരു ടോർച്ച് തരാം. ആടാ കള്ളൻ. നീ കള്ളനാടാ. അടിയിലത്തെ സാൻഡ് പൊട്ടിച്ചിട്ട് അതേ ടൈമിൽ തന്നെ അടിയിൽ വെച്ചു കൊടുക്കണം ഒരെണ്ണം. ടോർച്ച് പോയി വീട്ടിൽ കള്ളൻ. രണ്ട് ടോർച്ച് കത്തിച്ചോണ്ട് നിക്കുക. അടിയിലത്തത് പൊട്ടിക്കുക, അപ്പോൾ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അടുത്ത് വയ്ക്കുക. അല്ല അത്രേ ഉള്ളു. ഇനി മുകളിലത്തെ ഇതാണ്ട, മുകളിലത്തെ അങ്ങ് പൊട്ടിച്ചാൽ മതി. കണ്ടോ? അല്ലല്ല ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നില്ല അടിയിലിട്ടോ. അത്രേ ഉള്ളൂ. കണ്ട ഈസി പരിപാടി. നിങ്ങൾ തന്നെ ചെയ്യും. ഞാൻ അടുത്ത ടോർച്ച് ഞാൻ എടുത്തോണ്ട് വരാം. അപ്പൊ എല്ലാവർക്കും കൂടെ പെട്ടെന്ന് അങ്ങ് ചെയ്യാലോ. ഇനി നമുക്ക് ഈ കടല് മൊത്തം ഇതേപോലെ അങ്ങ് പറ്റിക്കണ്ടേ? നമുക്കേ ഓരോ സാൻഡിനും ഓരോ ഇത് വെച്ചൊക്കെ. വെളിയിലോട്ട് നോക്കിയേ, എന്ത് കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ ആ നോക്ക്. ഇതെല്ലാം പറഞ്ഞ അണ്ടർഗ്രൗണ്ടിൽ വീടെന്ന് പറഞ്ഞ പിന്നെ വെറുതെ ആണോ ജീവി? എന്നിട്ട് ഈ മണല് മാറ്റിയിട്ട് കല്ല് പതിക്കണ്ടേ നമുക്ക്? കല്ല് വേണോ? ഈ മണല് കാണാൻ എന്തൊരു രസമാ നോക്ക്. നോക്കിനു ഇത് വെക്കുമ്പോ തന്നെ മാന്തി എടുക്കല്ലേ. കണ്ടാ അവിടത്തെ പൊട്ടിക്കല്ലേ. അവിടെ കോബിള് ഞാൻ വെയിറ്റ്. ഓക്കെ ഈ ഒരു അളവ് പിടിക്കല്ലേ. ഈ അളവ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വെള്ളം കൊണ്ട് മൂടും. ഇപ്പൊ നീ കോബിൾ വെച്ചേക്കുന്നില്ലേ? ആ കോബിൾ സ്റ്റോൺ വെച്ചേക്കുന്നേ. അതിനപ്പുറമാണ് നമ്മൾ ചെയ്യാത്തത്.
കണ്ട 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 ഗ്ലാസിന്റെ വീട് കണ്ട ഏതാ പുറത്തുനിന്ന് നോക്ക F5 അടിച്ചിട്ട്. നീരാളി അയ്യോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഷാർക്ക് പോണ കാണാൻ എല്ലാം കാണാം. ഇത് കൊള്ളാട്ടോ മറ്റേ ലെവല് അത്രയും വലിയ വീട് ചെറിയൊരു പെട്ടിക്കൂടല്ലല്ലോ നമ്മള് ഇന്റർനാഷണൽ സ്റ്റേഡിയം. ഈ ലൈറ്റ് ഒക്കെ എടുത്തോ ആ ലൈറ്റ് അവിടെ ഇരിക്കട്ടെ. ഇനി അപ്പുറത്തെ സൈഡ് ഇതേപോലെ മണലും മൂടണം. വാ എവിടെ വെള്ളം വെക്കണ്ടേ? ഇത് മണലിട്ട് കഴിഞ്ഞാ അപ്പൊ തന്നെ വെള്ളം അതാ ഇവിടെ അല്ലല്ല വെള്ളം ഇങ്ങോട്ട് കയറൂല. എങ്ങോട്ട് കേറില്ല. ഐ മീൻ ഒരുപാട് നിറയൂലെന്ന്. ചത്തോട്ടെ ആ പ്രഭാഷേ ആരടാ എൻട്രി കൂടിയത്? എൻട്രി കൂടിയിട്ടേക്കുക. ചത്ത് കഴിഞ്ഞാ ഇവര് ഐറ്റം ഒന്നും ഇവിടെ കാണാതെ വേറൊന്നല്ല, നമ്മളത് ഓണാക്കിയിട്ടുണ്ട് ഐറ്റം പോവാത്തത്. ഇനി പിന്നെ ചത്ത് കഴിഞ്ഞാലേ നമ്മള് നൂബിയൊക്കെ ചത്തപ്പോ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി. അപ്പൊ പിന്നെ പണി പാളും. നമുക്ക് പിന്നെ എല്ലാ ഐറ്റവും പോയി കഴിഞ്ഞാലേ പണി പാളും. പിന്നെ നമ്മൾ അങ്ങനത്തെ കണ്ടന്റ് അല്ലല്ലോ, പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലല്ലോ, അതുകൊണ്ട് അത് ഓണാക്കിട്ട് എന്താ വെച്ചാ മതി. ഞാൻ അടിയിൽ അടിച്ചോളാന്ന്. ലൈറ്റ് വെച്ച് പോയാ മതി. നിങ്ങള് പ്രൊഫഷണൽ പോലെ ടോർച്ച് എല്ലാ നൂബി കാളായി അപ്പൊ ജീറ്റി കാളായി എന്റെ കയ്യില് കേറണതാ. ഞാനല്ലേ അടിച്ച് പൊട്ടിക്കണം മെയിൻ. ഏത് അവസാനത്തെ തിരശ്ശീല മാറ്റൂ. അയ്യോ ഇതിന്റെ പുറത്തേക്ക് എന്തൊക്കെയാണ് അവിടെ തളയിക്കൊണ്ടിരിക്കണം? മറ്റേ സാധനല്ലേ കോപ്പറാ മറ്റേ സാധന. ഇനി ചെറിയൊരു പണിയും കൂടെ ഉണ്ട് നമുക്ക്. ഈ ഇറങ്ങി വരുന്നതും കൂടെ ഇപ്പൊ കല്ലല്ലോ ചെയ്യുന്നത്, അതും ലൈറ്റ് ഇതാക്കണ്ടേ? സെറ്റായി. ഇനി നമ്മള് ഏതല്ലേ വരി നോക്ക്. അത്രല്ലോ ഏതാ അല്ലേ ഇത് കാണാൻ പോകുന്ന നോക്ക്. നമുക്ക് ലാൻഡ് ഉണ്ടാക്കാം ജീവി, എന്നിട്ട് ഇതൊക്കെ മാറ്റിട്ടെ ഇവിടെ ലാൻഡ് നിറയ്ക്കാം. ഫിഷൊക്കെ തോന്നുന്നുണ്ട എല്ലാം പക്ക. ഇനി നമുക്ക് ഈ അടിയിലത്തെ ഇത് മാറ്റണ്ടേ? ഇതില് ഈ സാൻഡ് മാറ്റണമെന്നല്ലേ പറഞ്ഞേ? നമുക്ക് ഈ സാൻഡ് മാറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇട്ടാലോ? ഒരു കാർപ്പറ്റ് വിരിക്കാൻ പറ്റുമോ? ഷീപ്പില്ലല്ലോ. ഷീപ്പില്ലല്ലോ. അത് കൃഷിയൊക്കെ ചെയ്ത് സെറ്റ് ആക്കാല്ലേ? അതാ ഇത് മാറ്റിയിട്ട് നമുക്ക് വേറെന്തേലും വെച്ചാലോ? പ്ലാങ്കിനെക്കാട്ടി നല്ലത് നമുക്ക് സ്റ്റോൺ ചെയ്യാം. വാ പക്ഷെ നമുക്ക് സ്റ്റോൺ എടുക്കാനായിട്ട് ഇനി കോബിൾ സ്റ്റോൺ പോയി മൈൻ ചെയ്യണം. ഇപ്പോഴത്തേക്ക് നമുക്ക് കല്ല് തന്നെ വെക്കാതെ നമുക്ക് ഈ കോബിൾ സ്റ്റോൺ മാറ്റിട്ടേ ഇവിടെ ജില്ലാക്കാം. ഗ്ലാസിന്റെ അല്ല സ്റ്റീലിന്റെ അത്. ഇത് മറ്റേ ഇതല്ലേ നമ്മൾ ഇവിടെ വെച്ച ജനാലിക്ക് വരെ ഉള്ള സാധനമല്ലേ? അത് വെക്കാം. ഇതല്ലേ പക്ഷെ കോപ്പർ കുറവാ. അത് പൊട്ടിച്ചെടുത്തോ. എടാ ഈ സാധനം പുതിയതാട്ടാ, പണ്ടില്ലായിരുന്നു ഈ പണ്ടാരം. ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ ഷെല്ല് ഇത് പണ്ടില്ലായിരുന്നു. ഇതിന്റെ ഷെല്ല് മാത്രമേ കിട്ടുള്ളായിരുന്നു. ഇതിന്റെ ഷെല്ല് മാത്രമേ കിട്ടുള്ളായിരുന്നു. ഇപ്പൊ ആ ജീവിനെ തന്നെ വന്നിട്ടുണ്ട്. ഒച്ച പോലെ ഇരിക്കുന്നില്ലേ? വെള്ളം പറ്റിച്ചോണ്ടല്ലോ. ഞാൻ എത്ര തവണ ചത്ത് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. പ്ലെയർ ഡെത്ത് എവിടെ? ഞാൻ 8 തവണ. പ്ലെയർ കിൽഡ് 8 ടൈംസ്. 8 തവണ ഞാൻ ചത്ത്. ഇവിടെ വേണ്ട, ഇവിടെ നമുക്ക് എന്തായാലും വേണ്ട. ഈ ഏരിയ അതാ ഇവിടെ അങ്ങ് വൃത്തിയാക്കാം. കേവൊന്നും ഇല്ല ഇവിടെ. വയണെടുക്കാനായിട്ടേ കേവുണ്ടെങ്കിൽ പിന്നെ കുഴിച്ചു പോണ്ടല്ലോ. അത് വേണ്ടി വരും. നൂബി അല്ലാതെ തന്നെ വേറൊരു പരിപാടി
ഇവിടെ നൂബി അന്ന് കുറച്ച് ഒരു 3-4 സ്റ്റോൺ പൊട്ടിച്ചു തരുമോ എനിക്ക്? എന്നെ അത് പൊട്ടിക്കാൻ പോലും ഇല്ല. ഒഴുകി വരുമല്ലേ വെള്ളം. വെയിറ്റ് ചെയ്യും. ഇവിടെ അങ്ങ് അടച്ചാൽ ഇവിടെ അടച്ചാൽ ആർക്കും. ഓ ആർമട്ടിലോ നൂബി ആർമട്ടിലോ. ഇഞ്ഞോ എന്റെ അടുത്തോ ഇവനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ അർമട്ടിലോ ധാരാള് അർമട്ടിലോ. എന്ത് എലിയോ മൊയിലോ എന്തോ ആണത്. അതിനെ വച്ച് കഴിഞ്ഞാൽ നമുക്ക് പട്ടിയുടെ ആർമർ ഉണ്ടാക്കായിരുന്നു. പട്ടിയുടെ ആ തൊലച്ച അതിനെ. പക്ഷെ ഇവിടെ കുഴപ്പമില്ല. വൂൾഫിന്റെ ആർമർ, പട്ടിയുടെ ആർമർ അവിടെ ഇഷ്ടംപോലെ ആർമടിയിലും ഉണ്ട്. അവിടെ നിൽക്കുന്നു. ഇവിടെ ഉണ്ട്. വൂൾഫ് പെല്ലറ്റല്ലേ കിട്ടണേ? വൂൾഫ് പെല്ലറ്റോ? 99 അങ്ങനെയാണ് കിട്ടണേ. ഇപ്പൊ ആരാ ബ്രെയിൻ ഡോട്ട്? ഞാനാണോ നീയാണോ? കൂടെ കൂടിയ പിന്നെ എവിടെ കേമൊക്കെ കണ്ടുപിടിച്ചു വരുന്നുണ്ടോ നിങ്ങള്? ആ യൂബി എന്റെ കൂടെ ഉണ്ടോ? തെറാപ്പിയുടെ കൂടെ പുറകെ അയൺ അവിടെ കണ്ടില്ലേ? കോപ്പറ് പച്ചയും ഒരു കോപ്പറിന്റെ കളറും വരും. വെളുത്തിരിക്കണ അയൺ. അതാ വെളുത്തിരിക്കുന്ന അയൺ. എനിക്ക് പട്ടിയെ വേണോ? അയ്യോ അതാ ഞാൻ വിചാരിച്ചു എന്തോ കിട്ടിയായിരിക്കും. ഓ നോ. നൂബി എന്നെ ഒന്ന് വെട്ടിക്കൊന്നേ. വെട്ടി കൊല്ലണോ? ആ കൊല്ല്. ഞാൻ പോയി ബോൺ എടുത്തിട്ട്. ദൈവമേ പെട്ടെന്ന് പൊട്ടിച്ചിട്ടില്ലല്ലോ അല്ലേ? മോനെ അവിടെ നിന്നേ നോക്കട്ടെ. 1 2 എണ്ണം കേട്ടോ. കൊഞ്ഞനെ കുത്തി കാണിച്ചിട്ട് പോയി. ഇനി ഞാൻ എങ്ങനെ ചാവും? ആ എനിക്ക് ചാവാനുള്ള വഴിയുണ്ട്. നാണം കെട്ട പറഞ്ഞോണ് എന്റെ പട്ടീനെ അടികൊണ്ട് ചാവക്കാം. ഇപ്പൊ ചാവണ്ട കണ്ട. വീട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ലേ? വീട്ടിൽ കത്തിക്കാനാ? നീ എന്തോ കൊതുകിനെ ഓട്ടിക്കുന്ന വീട്ടിൽ കത്തിച്ച്? വീട്ടിൽ വേവിച്ചൊന്നും ഉണ്ടാവില്ലേ? ശരി, നമുക്ക് ആവശ്യത്തിലധികം ഫുഡ് ഇവിടെ വീറ്റ് നട്ടു വെച്ചിട്ടുണ്ട്. വില്ലേജേഴ്സ് തന്നെ നട്ടിട്ടുണ്ട്. നമുക്ക് മരക എന്റെ ഒരു വാട്ടർമെലൻ സീഡ് ഉണ്ട്. എവിടെയൊക്കെ സെറ്റ്. പക്ഷെ ഇങ്ങനെ കാണുമ്പോ ഓരോ ജീവി നമുക്ക് സെറ്റായിട്ട്, ഞാൻ പറയണ കറക്റ്റ് ആയിട്ട് മറ്റേ വെള്ളമൊക്കെ വഴി വെട്ടി കറക്റ്റ് സ്ക്വയറിൽ എടുത്തിട്ട് ചെയ്യില്ലേ? അത് നമുക്ക് അടുത്ത ദിവസം ഉണ്ടല്ലോ. നമുക്ക് നല്ലൊരു സ്ഥലം നോക്കാം. എന്നിട്ട് അല്ലെങ്കിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ തന്നെ അങ്ങ് ചെയ്യാം. വീറ്റ് ഫാമും അണ്ടർഗ്രൗണ്ട് നമ്മുടെ ഏറ്റവും അടിഭാഗം. ഈ അടിഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വലുതാക്കും. ഇവിടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വലുതാക്കും. എന്നിട്ട് നമ്മൾ അവിടെ ഉള്ള വില്ലേജേഴ്സിനെ എല്ലാം കൊണ്ടുവന്ന്